ഓക്കെ ഓക്കെ. അപ്പം നമ്മ ഇന്ന് തന്നെ പ്രൊജക്റ്റിന് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് പറഞ്ഞു തിയറി പാർട്ട് അങ്ങനെ ചെയ്യുന്നില്ല. ഓക്കെ, എൻ്റെ ഞാൻ നിങ്ങളുടെ സ്ക്രീൻ ശ്രദ്ധിക്കാം. ഒരു മിനിറ്റ്, എല്ലാം സ്ക്രീൻ ശ്രദ്ധിക്കുക. എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് പറയണം കേട്ടോ. ഓക്കെ അല്ലേ? പക്ക ക്ലിയർ അല്ലേ? ലേബിൾസ് ഒക്കെ നന്നായിട്ടാണ് കാണുന്നില്ലേ? ജസ്റ്റ് ക്യാമറ നോക്കടാ. ക്യാമറ അല്ല, എന്തിന്റെ പേര്, ഡിസ്പ്ലേ നോക്കല്ലായിരുന്നു എല്ലാരും. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. കുഴപ്പമൊന്നുമില്ലല്ലോ? അതായത് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് നന്നായി ക്ലിയർ ആയിട്ട് തന്നെ കാണുന്നില്ലേ എന്ന്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ ഓക്കെ. അപ്പം ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. 18 ആൾക്കാർ വന്നിട്ടുണ്ട്. ബാക്കി 8 ആൾക്കാർ വന്നിട്ടില്ല. 9:05. അപ്പം നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം, കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ സെക്കൻഡ് ലെക്ചർ ആണ്. ലെക്ചർ എന്ന് പറഞ്ഞതിനെക്കാട്ടും നല്ലത് വർക്ക്ഷോപ്പായിട്ട് തന്നെ പറയാം. അപ്പം ഇന്നാണ് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ തന്നെ ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ പ്ലാൻ. ബട്ട് കിഡ്സ് കുറച്ച് ആൾക്ക് എത്താൻ ബാക്കി ഉണ്ടായിരുന്നു. അതൊക്കെയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ റെക്കോർഡഡ് ലെക്ചറും കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നോക്കിയാൽ മതി. ഓക്കെ, ഈ മൈൽസ് എന്ന് പറയുന്നത് ആരാ? എനിക്ക് മനസ്സിലായിട്ടാ കേട്ടോ. ഇന്നത്തെ ലെക്ചറിന് ഞാൻ കേൾക്കുന്നുണ്ട്. അതാരാ? അവനെന്താ അങ്ങനെ വിളിക്കുന്നേ? എല്ലാവരും ക്യാമറ ഓൺ ചെയ്യും. അതായിരിക്കും എനിക്ക് കംഫർട്ടബിൾ. മൈൽസ് യൂട്യൂബിന്. ഓ ഓക്കെ 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 ഓക്കെ, മനസ്സിലായി. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യും കേട്ടോ. ഓക്കെ, അത് നമ്മുടെ സെക്കൻഡ് ലെക്ചർ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാരും ആർഡിനോ ഐഡി ഇൻസ്റ്റാൾ ചെയ്തിട്ട് സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? യെസ്. അപ്പൊ എല്ലാരും ആർഡിനോ ബോർഡ് ലാപ്ടോപ്പിൽ ഒന്ന് കണക്ട് ചെയ്തേ. എല്ലാവരും കണക്ട് ചെയ്തോ? യെസ്. വെരി ഗുഡ്. അപ്പൊ എന്താ, എന്റെ ഹൈ ക്ലാരിറ്റി ക്യാമറ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കുണ്ട്. തീയല്ലേ? കാണുന്നില്ല എല്ലായിരിക്കും? ഓക്കെ. ഇനി ശ്രദ്ധിക്ക. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങള് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് സംഭവമാണ്. ഇതാണ് നമ്മുടെ ആർഡിനോ ബോർഡ് അല്ലേ? അതില് എല്ലാരും ശ്രദ്ധിച്ചോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർഡിനോ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രെയിൻ അല്ലേ? യെസ്, ആർഡിനോ ബോർഡാണ് നമ്മുടെ റോബോട്ടിക്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പ്രൊജക്ടിന്റെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രൊജക്റ്റ് ആവട്ടെ അതിന്റെ ബ്രെയിൻ ആയിട്ട് നമ്മ യൂസ് ആക്കുന്ന ബോർഡാണ് ഏത്? ആർഡിനോ ബോർഡ് അല്ലേ? യെസ്. അപ്പോ ആർഡിനോ ബോർഡ് എന്താണെന്ന് പഠിച്ചു. പക്ഷെ ആർഡിനോ ബോർഡിന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയണ്ടേ? അതാണ് നമ്മൾ നെക്സ്റ്റ് ആയി ചെയ്യാൻ പോകുന്നത്. എല്ലാരും നിങ്ങളുടെ ബോർഡിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കറോ? എല്ലാരും നിങ്ങളുടെ ബോർഡിനെ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കാം. ഒരു മിനിറ്റ്.
കാണുന്നില്ലേ? എന്റെ സ്ക്രീൻ കാണുന്നില്ലേ ക്ലിയർ ആയിട്ട്? ആ ഓക്കെ ഓക്കെ. അപ്പം ഇപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ എല്ലാവരും കയ്യിൽ അർഡിനോ ബോർഡ് ജസ്റ്റ് ഒന്ന് എടുക്കാം. കിട്ടാത്ത ആൾക്കാർ രണ്ടാൾ മാത്രമേ ഉള്ളൂ, അവർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പം അർഡിനോ ബോർഡിൽ ഈ സ്ഥലത്താണ് നമ്മ എന്ത് ചെയ്തത്? എന്ത് ചെയ്തത്? ആ ലാപ്ടോപ്പിലേക്കില്ല വയറ് കണക്ട് ചെയ്ത ഭാഗമാണ് ഇത്, അല്ലേ? അല്ലേ? യെസ്. ആ ഇതുവഴിയാണ് നമ്മ സാധാരണ അർഡിനോ ബോർഡായാലും ബാക്കി എല്ലാ ബോർഡായാലും നമ്മ പ്രോഗ്രാം ആക്കുന്നത്, അതായത് കോഡുകൾ അപ്ലോഡ് ചെയ്യുന്ന USB പോർട്ടാണ് ഈ കാണുന്നത്. അർഡിനോ ബോർഡിന് മാത്രമല്ല, ഞാൻ കുറച്ചധികം ബോർഡ്സ് നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ശ്രദ്ധിക്കാം. ശരിയില്ല. കാണുന്നില്ലേ? അപ്പം കണ്ട, ഇതാണ് അർഡിനോ ബോർഡ് അല്ലേ? ഇതിന്റെ ഈ പോർട്ടിനെ പറ്റിയാണ് ഈ പോർട്ടിനെ പറ്റിയാണ് നേരത്തെ പറഞ്ഞുണ്ടായത്. അപ്പം ഇതുവഴിയാണ് നമ്മ ലാപ്ടോപ്പിൽ നിന്നുള്ള പ്രോഗ്രാമുകള് ഈ ചിപ്പിന്റെ ഉള്ളിലേക്ക് അപ്ലോഡ് ആക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ തന്നെ ഇത് വേറൊരു അർഡിനോ ബോർഡാണ്. ഇത് അർഡിനോ നാനോ എന്ന് പറഞ്ഞ ബോർഡാണ്. ഇത് ഏത് ബോർഡാ? അർഡിനോ യുനോ അല്ലേ? അങ്ങനത്തെ ഇതിന്റെ ചെറിയ ഒരു യങ്ങർ ബ്രദർ ആണ് ഈ ബോർഡ്, അർഡിനോ നാനോ. ഇതിലൊരു USB ഇല്ലേ? ആ ഇത് കണ്ടോ, ഇത് വേറൊരു ബോർഡാണ്. ഇതിന്റെ പേര് റാസ്ബെറി പൈ പിക്കോ എന്നാണ്. ഇതിനൊരു USB ഇല്ലേ? ആ ഇത് വേറൊരു ബോർഡാണ്. ഇതിന്റെ പേര് ESP32 എന്നാണ്. ഒരു മിനിറ്റ്, ആരും ജോയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. ചെക്ക്. ഓക്കെ, ഇത് ESP32 എന്ന് പറഞ്ഞ ഒരു ബോർഡാണ്. ഇതിലൊരു USB പോർട്ടില്ലേ? ആ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഇങ്ങനത്തെ ബോർഡെല്ലാം പ്രോഗ്രാം ആക്കുന്നത് ഏത് വഴിയാണ്? കമ്പ്യൂട്ടർ വഴി ഈ ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ പ്രോഗ്രാം ആക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് അർഡിനോ എന്നുള്ള കേബിള് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്ത് തരുമ്പോ ഇങ്ങനത്തെ 2 LED കത്തും ഇല്ലേ? 2 അല്ലെങ്കിൽ 3 LED കത്തും. അപ്പോ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കോഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ 2 LED സൈമൾട്ടേനിയസ്ലി ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ കോഡ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാണ്. ഞാൻ ഈ ഒരു കോഡ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബോർഡ് നോക്കുക, അപ്ലോഡ് ആവും. ഇപ്പം കണ്ട ബ്ലിങ്കാന്ന് കണ്ട? ആ അതാണ് ഞാൻ പറയുന്നത്. എന്റേത് രണ്ടും റെഡ് ലൈറ്റ് ആണ് ബ്ലിങ്ക്. അല്ല, കളറും കാര്യമെല്ലാം വ്യത്യാസം ഉണ്ടാവും, പക്ഷെ കോമൺ ആയിട്ടുള്ള സംഭവം ഇതാണ്. അപ്ലോഡ് ചെയ്യുമ്പോ ഈ 2 LED ബ്ലിങ്ക് ആവും. മനസ്സിലായോ? അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ബോർഡിലേക്ക് കോഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാ? വെരി ഗുഡ്. മനസ്സിലായോ? ഓക്കെ, ദാറ്റ്സ് ഫൈൻ. യെസ്. നെറ്റ്വർക്ക് ആദികേശ് പറഞ്ഞു കേൾക്കുന്നില്ല? ഞാൻ പറഞ്ഞല്ല, ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ.
Clear, clear. യെസ്. ഓക്കെ, നൈസ്. സോ നമുക്ക് എല്ലാവരും അവർ ആർഡിനോ ഐഡിയ ഒന്ന് ഓപ്പൺ ചെയ്ത് ചെയ്തോ? യെസ്. ഇതില് ഓപ്പൺ ചെയ്യുമ്പോ തന്നെ രണ്ട് എന്താ പറയുക, രണ്ട് പാർട്ട് വരുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാ? Word setup and word loop. യെസ്, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ആർഡിനോ ഐഡി ഓപ്പൺ ചെയ്യുമ്പോ തന്നെ രണ്ട് ഭാഗങ്ങൾ, അതായത് രണ്ട് കാര്യങ്ങൾ ഓൾറെഡി റിട്ടേൺ ആയിട്ട് തന്നെ കിട്ടും. ഓൾറെഡി ഈ ഒരു എന്താ പറയുക ഇന്റർഫേസിൽ എഴുതിയിട്ട് തന്നെ ഉണ്ടാവും അല്ലേ? അത് ആർഡിനോയുടെ മെയിൻ കോഡിംഗ് ഏരിയ ആണ്. വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പും. മനസ്സിലായോ? ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം, എല്ലാവരും ശ്രദ്ധിക്കാം. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. അതായത് എനിക്കിപ്പോ റോബോട്ട് ഉണ്ടാക്കണം. ആ റോബോട്ടിനെ ഓൺ ചെയ്യുമ്പോ ഹായ് മൈ നെയിം ഈസ് എന്താ പറയുക, ഹായ് മൈ നെയിം ഈസ് ക്യൂട്ടി ബോട്ട്. ആ റോബോട്ടിന്റെ പേര് ക്യൂട്ടി ബോട്ട് എന്നാണ്. അപ്പൊ അത് ഓൺ ചെയ്യുമ്പോ പറയാണ് ഹായ് മൈ നെയിം ഈസ് ക്യൂട്ടി ബോട്ട്. അത് ആ ഒരു ഫസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു കമാൻഡ് പറയൂ, അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിൽ. അതായത് ജസ്റ്റ് ഞാൻ റോബോട്ടായിട്ട് നിങ്ങൾ പരിഗണിക്കുക, എന്നെ ഓൺ ചെയ്തു ഹായ് മൈ നെയിം ഈസ് ക്യൂട്ടി ബോട്ട്. ഇത് ഈ ഒരു പറയുന്നത് ഒരു പ്രാവശ്യം മാത്രമേ കേൾക്കൂ. ആ ഒരു ഫുൾ റണ്ണിങ്ങിൽ ഈ ഒരു പ്രാവശ്യം മാത്രമേ ഹായ് മൈ നെയിം ഈസ് ക്യൂട്ടി ബോട്ട് എന്ന് കേൾക്കൂ. അതായത് സിംഗിൾ ടൈം റൺ അല്ലെ? ഒരു പ്രാവശ്യം മാത്രമേ റൺ ആവൂ അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്റെ റോബോട്ടിന് വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്. അത് മുമ്പിലുള്ള ഒബ്സ്റ്റേക്കിൾസിനെല്ലാം അവോയ്ഡ് ആയിക്കൊണ്ട് എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് ഒരു പ്രാവശ്യമാണോ നടക്കേണ്ടത്? പിന്നെ എത്ര പ്രാവശ്യം നടക്കേണ്ടത്? എങ്ങനെ? ലൂപ്പായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യണം അല്ലേ? യെസ്. ആ ഒരു ഐഡിയ ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വോയിഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മാത്രം റൺ ചെയ്യേണ്ട കമാൻഡ്സ് എല്ലാം വോയിഡ് സെറ്റപ്പിന്റെ അകത്തും, കണ്ടിന്യൂസ്ലി റൺ ചെയ്യുന്ന കമാൻഡ്സ് ഒക്കെ ഏതിന്റെ അകത്താ? വോയിഡ് ലൂപ്പിന്റെ അകത്തും. മനസ്സിലായോ? ഇല്ല, പക്ഷെ കുറച്ചാൾക്കത് മനസ്സിലാവാൻ നിർബന്ധമില്ല. അതിനു വേണ്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊജക്ട്. ഓക്കെ, നമ്മൾ ഇത് ചെയ്ത ഫസ്റ്റ് പ്രൊജക്റ്റ് ആണ് ബ്ലിങ്കിങ് ഓഫ് LED. അതായത് LED ഓൺ ചെയ്യും ഓഫ് ആവും, ഓൺ ചെയ്യും ഓഫ് ചെയ്യും, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഈ ഒരു ഫസ്റ്റ് പ്രൊജക്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ആയിട്ടുള്ള ആർഡിനോ പറ്റിയിട്ടുള്ള ഒരു ബേസ് സെറ്റ് ആവും ഈ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ. ഇത് ഞാൻ ഇന്ന് ഒരു പ്രാവശ്യം മാത്രമേ കാണിക്കൂ, നാളെ ലീവാണ് കുറച്ച് ആൾക്കാർക്ക്. എല്ലാവരും 2-3 LEDs എല്ലാം വെച്ച് ട്രൈ ചെയ്യാം. അതൊരു അസൈൻമെന്റ് ആണ്, നിങ്ങൾക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ അയക്കണം. അതെന്താണ് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ, ലാസ്റ്റ് വരെ നിൽക്കണം. ഓക്കെ, മടിയേറ്റാരും പോല. യെസ്. എന്താ അതാണ് പറയുന്നത്. ഓക്കെ, പറയുന്നത് ഞാൻ ലാസ്റ്റ് ഈ എൻഡ് ടു എൻഡ് എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഏതാണ് സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്താ ഇതെന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ബ്രെയിൻ ആയിട്ടാണ് അല്ലേ യൂസ് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കിറ്റ് ബോക്സ് ഈ സാധനം എടുത്തേ. എടുത്തോ? എല്ലാരും എനിക്കൊന്ന് നിങ്ങളുടെ സ്ക്രീനിൽ കാണിച്ചു നിങ്ങൾ എടുത്തത്. ഞാൻ കാണട്ടെ. ഞാൻ ജസ്റ്റ് അവരെ കൊണ്ട് ക്യാമറ ഓൺ ചെയ്യിപ്പിക്കാൻ തന്ത്രങ്ങളാണ് അതൊക്കെ.
ഓക്കെ, എല്ലാരും എടുത്തോ ഈ ഒരു സാധനം എടുത്തോ. ഇനി അത് മാറ്റി വെക്ക, അത് വേണ്ട നമുക്ക്. ഒരു LED എടുത്ത് എല്ലാരും, ഇതെല്ലാവർക്കും അറിയില്ല ഇതെന്താ? LED അല്ലേ? യെസ്, ഒരു LED കൂടി എടുക്കാം. എടുത്തോ, അതും സൈഡിലേക്ക് വെക്ക്. അടുത്ത നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ നിങ്ങളുടെ കിറ്റ് ബോക്സിൽ? ഈ കളറാണ് നിർബന്ധമില്ല, ഉണ്ടോ നോക്കി, ഉണ്ടോ? ഇല്ലേ? അതിലൊന്ന് എടുക്കുക, ഒന്ന് ഇങ്ങനെ ആക്കിട്ട് എടുക്കറോ. അതാ ഇങ്ങനത്തെ സാധനം കിട്ടും. കിട്ടുവോ? എല്ലാരും എടുത്തോ? ഇല്ല, ഒരു കളർ നിങ്ങൾക്കാകെ ഞാൻ ഒരു 1K എന്ന് പറഞ്ഞ സാധനത്തിന് കളർ വ്യത്യാസമില്ല. ഇതിപ്പോ എന്റെയും അത് ഇല്ലാത്തോണ്ടാണ്. അത് കുഴപ്പമില്ല, അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതെന്താണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഇത് ഇലക്ട്രോണിക്സ് പാർട്ടാണ് കേട്ടോ. ഇതെല്ലാം അടുത്ത ഞാൻ പറഞ്ഞ ഇലക്ട്രോണിക്സ് പാർട്ടാണ്. എല്ലാവരും എടുത്തില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, എടുക്കാനില്ല. അതായത് കൺഫ്യൂഷൻ ആയിട്ട് ആൾക്കാരൊന്ന് ചാറ്റിൽ പറയണേ. ചാറ്റിൽ അല്ലെങ്കിൽ മൈക്കോണെങ്കിൽ പറയുന്നതായിരിക്കും നല്ലത്. എനിക്ക് ഒരു 2 സ്ക്രീനിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കാന്ന്. അപ്പൊ പെട്ടെന്ന് ഞാൻ കാണാൻ നിർബന്ധമില്ല. എല്ലാവരും എടുത്തോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിൽ 25 ആൾക്കാർ എടുത്തില്ലേ? എന്ന് പറയുമ്പം എല്ലാവരും എടുത്തില്ലേ? യെസ്. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അടുത്തായിട്ട് പറയുന്നത്. ഇതാണ് ഒരു LED. LEDയുടെ ഫുൾ ഫോം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓക്കെ, LEDയുടെ ഫുൾ ഫോം എന്താ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. സുമാരാമാരാ ഞാനല്ല, പേരെന്താടാ? സോറി, കേട്ടില്ല. എന്താ എടുത്തില്ലടാ? ഇല്ലേ? ബാക്കിയെല്ലാം കിറ്റ് ബോക്സിൽ ഇല്ല സാധനം. അനുഗ്രഹ്, can you just show me your kit? കിറ്റ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഉണ്ടാവിടെ, നീ ജസ്റ്റ് നോക്കറോ. ഈ റെസിസ്റ്റർ ഇല്ലാത്തൊരു കിറ്റ് ഉണ്ടായി. ഇതിന്റെ പേര് റെസിസ്റ്റർ എന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് എന്താന്ന്. ഹലോ, ഓക്കെ, നെക്സ്റ്റ് വൺ. അല്ലല്ല, അത് ഫോർസ് എന്റെ കയ്യിലുള്ളതാണോ? ശ്രീഷ്ണവ് അല്ല, ശ്രീഷ്ണവല്ല, ശാന്തകുമാരിക്ക് എന്റെ കയ്യിലുള്ളത് വിചാരിക്കാം. എടാ അനുഗ്രഹം, നിന്റെ കയ്യിലില്ല ഈ സാധനം? ഇല്ല. ബാക്കിയെല്ലാം ഉണ്ടോ? എടാ അങ്ങനെ ചാൻസ് ഇല്ലല്ലോ. എടാ ബാക്കിയെല്ലാവർക്കും ഇല്ലേ? ബാക്കിയെല്ലാവരുടെ കയ്യിലില്ലേ? ബാക്കിയെല്ലാവരുടെ കിറ്റ്സിലില്ലേ? പൊട്ടിട്ടോ? എല്ലാരും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ, എല്ലാരും കിറ്റ് ബോക്സിൽ കാര്യങ്ങളൊക്കെ ഇല്ലേന്ന്. എടാ മറ്റേ അനുഗ്രഹ, ഈ ജസ്റ്റ് എല്ലായിടത്തും ചെക്ക് ചെയ്ത് നോക്കടാ. ഇത് മാത്രമായിട്ട് ഒഴിവാൻ ചാൻസ് ഇല്ല. ഒഴിവാണെങ്കിൽ 2 ഒഴിവാൻ ചാൻസ് ഇല്ല. എന്താ വെച്ചാല് LED-യും ഇത് നമ്മ ഒന്നിച്ചു വെക്കുന്ന സാധനമാണ്. മനസ്സിലായോ? ഓക്കെ, നീ ജസ്റ്റ് ചെക്ക് ചെയ്യാട്ടോ. ഇതില്ലേ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇലക്ട്രോണിക്സ് പഠിക്കുന്നത് നല്ലതാണ്. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇത് ജസ്റ്റ് 25 പൈസയാണ് ഒന്നിന്, 25 പൈസയാണ് ഒന്നിന്. ഓക്കെ,
ഓക്കെ, ഞാൻ ഇതിനെ പറ്റി പറയാം. ഇത് ഇലക്ട്രോണിക് കമ്പൗണ്ട് ആണ്. ഇതിന്റെ പേരെന്താ അറിയാമെങ്കിലും? യെസ്, ഇതിന്റെ പേരാണ് റെസിസ്റ്റർ. സി, റെസിസ്റ്ററിന്റെ ആക്ച്വൽ മീനിങ് എന്താ? റെസിസ്റ്റൻസ്. റെസിസ്റ്ററിന്റെ ആക്ച്വൽ മീനിങ് എന്താ മലയാളത്തില്? പ്രതിരോധിക്കുക അല്ലെ, റെസിസ്റ്റ് ചെയ്യാം അല്ലെ. അതായത് എല്ലാവർക്കും ഒരു പവർ ഉണ്ട് അല്ലെ, ഒരു കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ഉണ്ട് അല്ലെ. അതായത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ലിമിറ്റ് ഇല്ലേ? ഇപ്പൊ നിങ്ങൾ ഫുഡ് കഴിക്കുകയാണ്, നിങ്ങൾ ആവശ്യത്തിലേറെ കഴിച്ചു, നിങ്ങൾക്ക് മാക്സിമത്തിലേറെ നിങ്ങൾ കഴിച്ചു, എന്താ സംഭവിക്കുക? നമ്മളെ കൂടെ താങ്ങാൻ പറ്റില്ല അല്ലെ, എന്തൊക്കെയൊക്കെയൊക്കെ ആവും അല്ലേ. അങ്ങനെ ഇലക്ട്രോണിക്സില് ആവശ്യത്തിലേറെ വോൾട്ടേജ് അല്ലെങ്കിൽ പവർ കൊടുക്കുമ്പോ മേ ബി നമ്മുടെ കമ്പോണൻസ് ഡാമേജ് ആവൂലേ? ഞാൻ സിമ്പിൾ ലാംഗ്വേജിലാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ആവൂലേ? അപ്പം ആ ഒരു വോൾട്ടേജിനെ കുറക്കാൻ അല്ലെങ്കിൽ ആ ഒരു വരുന്ന എനർജീനെ കുറക്കാൻ വേണ്ടിയിട്ട്, അതിനെ പ്രതിരോധിക്കാൻ, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് ഏത്? ഈ റെസിസ്റ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ റെസിസ്റ്റർ എന്ന് വെച്ചാൽ എന്താ? യൂസ്ഡ് ടു റെസിസ്റ്റ്. ഓക്കെ, അതായത് ഞാൻ കുറച്ചും കൂടി സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞെങ്കിൽ, ഈ ഒരു LED ആകെ താങ്ങാൻ പറ്റുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു 4 വോൾട്ടോ അല്ലെങ്കിൽ ഒരു 3.6 വോൾട്ടോ ആയിരിക്കും. നന്നായിട്ടുള്ള പ്രകാശത്തിൽ കത്തണം. ഞാൻ ഒരു എക്സാമ്പിൾ അറിയാമെന്ന്. പക്ഷേ നമ്മുടെ ആർഡിനോ ബോർഡിന്റെ ഇതിവിടെ നിങ്ങൾക്ക് 5 വോൾട്ട് എഴുതിയിട്ടുണ്ടോ? നോക്കിയേ. അപ്പൊ നമ്മുടെ LED താങ്ങാൻ പറ്റുന്ന വോൾട്ടേജ് എത്രയാ? 3.6 4 വോൾട്ടോ അല്ലേ? അതെ. പക്ഷെ ആർഡിനോ ബോർഡിൽ എത്ര വോൾട്ടേജ് ഇല്ലേ? 5 വോൾട്ട്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് LED കണക്ട് ചെയ്ത LED എന്താവും? കത്തും അല്ലെ, കേടായി പോകും അല്ലേ? അപ്പൊ നമുക്ക് നടുക്ക് ആരും കൂടി വെക്കണം? റെസിസ്റ്റർ. ഇപ്പൊ എല്ലാവർക്കും റെസിസ്റ്ററിന്റെ ഉപയോഗം മനസ്സിലായോ? ഇതിനെക്കാട്ടി വലുതും ചെറുതും എല്ലാം ഞാൻ കാണിച്ചു തരാം. റെസിസ്റ്റേഴ്സ് അത് പഴയ റെസിസ്റ്റർ ആണ്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ് ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരു മിനിറ്റ്. റെസിസ്റ്റേഴ്സിനെ കുറച്ചും കൂടി നമുക്ക് അധികം ഈ 15 ദിവസത്തോളം നമുക്ക് പഠിക്കാം. ഇപ്പോഴേ ഫസ്റ്റ് ടൈം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ ചാൻസ് ഇല്ല. ഓക്കെ, റെസിസ്റ്റേഴ്സ് കുറേ ടൈപ്പിലുണ്ട്. മിനിറ്റ്. ഓക്കെ, ഇതാണ് റെസിസ്റ്ററിന്റെ ഫാമിലി എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ സാധാരണ കാണുന്ന റെസിസ്റ്റർ. ഇത് അങ്ങനെ മൈൻഡ് ആക്കണം, ഞാൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് റെസിസ്റ്റർ. ഓക്കെ, അതിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് റെസിസ്റ്റർ ഉണ്ട്. നമ്മുടെ മറ്റേ ഇപ്പോ കാറിലത്തെ എല്ലാം സൗണ്ട് എല്ലാം കൂട്ടാനും കുറക്കാനും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ വീട്ടിലത്തെ ആംപ്ലിഫയർ ഒക്കെ ഇല്ലേ, സൗണ്ട് സിസ്റ്റം ഒക്കെ ഇല്ല, അതിന്റെ സൗണ്ട് കൂട്ടാനും കുറക്കാനും ചെയ്യില്ലേ സാധാരണ നോബിങ്ങനെ തിരിച്ചില് അല്ലേ? അതിലുപയോഗിക്കുന്ന ടൈപ്പ് റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതേപോലെ ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ചിലപ്പോ ഒരു കമ്പോണൻസ്, അതായത് നമ്മൾ മിക്സി കൊറേ കറങ്ങി, നമ്മുടെ വീട്ടിലെ മിക്സി ഇല്ലേ, അത് നന്നായിട്ട് കറങ്ങിയിട്ട് ചിലപ്പോ അത് അകത്ത് ചൂടാവും, ഭയങ്കര ചൂടായിട്ട് നമ്മൾ തന്നാലെ ഓഫ് ആവും. കണ്ടിട്ടുണ്ടോ? എന്റെ വീട്ടിൽ അത് ആയിട്ടുണ്ടായിരുന്നു. അതായത് നന്നായിട്ട് കറങ്ങി, അത് ഉള്ളിൽ നന്നായി ചൂടായി, ഹീറ്റായി,
അപ്പൊ തന്നെ ആ ഓഫ് ആവും. അതായത് ഹീറ്റ് കൂടി തരുമ്പോ ഓഫ് ആവുന്ന സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന റെസിസ്റ്റേഴ്സ് ആണ് തെർമിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഈ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഇല്ലേ, അതായത് നമ്മുടെ ടൗണിലെല്ലാം കാണുന്ന ലൈറ്റ് ഒക്കെ ഇല്ലേ, അത് രാത്രി ആകുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നില്ലേ? രാത്രി ആകുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും, രാവിലെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യും. ഓഫ് ആവും അല്ലേ? എങ്ങനെ? ഇസ്തിരി പെട്ടിക്കില്ല റെസിസ്റ്റർ ഇത്. ഇസ്തിരി പെട്ടിക്ക് തെർമിസ്റ്ററാടാ, തെർമിസ്റ്റർ. ആ ഓക്കെ, LDR എന്നാണ് അതിന്റെ പേര്. ഈ രാത്രി ആകുന്നത് രാവിലെ ആകുന്നത്, അതായത് മാഷേ ആ ഇതിനെ കൊണ്ട് ലേസറിന്റെ മറ്റേ സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം പ്രൊജക്ട് ആക്കല്ലേ? യെസ് യെസ്, ഉണ്ടാക്കലുണ്ട്. അതായത് LDR ക്ലോക്കിലെല്ലാം ഉണ്ടാവല്ലേ? എങ്ങനെയാടാ? ക്ലോക്കില് 6 മണിയാകുമ്പോ. അതല്ല, അത് എന്റെ വീട്ടിൽ പഴയ ക്ലോക്ക് ഉണ്ടായിരുന്നു, അതില് കണ്ടിരുന്നു അലാറാം വെക്കാൻ പറ്റി. അത് ക്ലോക്ക്, അത് LDR അല്ലടാ, അത് ഓസിലേറ്റർ എന്ന് പറഞ്ഞ സാധനമാണ്. ഓസിലേറ്റർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഈ രാത്രി, അതായത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി അല്ല ലൈറ്റിന്റെ തീവ്രത മനസ്സിലാക്കുന്ന ടൈപ്പ് റെസിസ്റ്റർ ആണ് LDR എന്ന് പറയുന്നത്. അതേപോലെ ഈ നേരത്തെ കാണിച്ച് ഈ കറക്കാൻ പറ്റുന്ന റെസിസ്റ്റർ ഇല്ലേ, ആ സൗണ്ട് കൂട്ടാനും കുറക്കാനും പറ്റുന്ന ടൈപ്പ് റെസിസ്റ്റർ, അതിന്റെ ഒരു ഫാമിലി പൊട്ടൻഷ്യോമീറ്റർ, റിയോസ്റ്റാറ്റ്, ട്രിം പോർട്ട് എന്നെല്ലാം പറയുന്നത്. ഇതിൽ താഴെ കാണുന്നതന്നെ കുറച്ചും കൂടി പഴയതാണ്. പഴയ ടിവികളിലൊക്കെ ഇത് കാണാൻ പറ്റും. തിക് ഫിലിം, വയർ ബൗണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ലാൻഡ് ഫോണിന്റെ അകത്തെല്ലാം കാണാൻ പറ്റും. സെർമെറ്റ് നെറ്റ്വർക്ക് ടൈപ്പ് കാര്യങ്ങളാണ്. ഇത് ഫ്യൂസബിൾ റെസിസ്റ്റർ ആണ്, ഫ്യൂസർ യൂസ് ചെയ്യും. ഓക്കെ, ഇതൊന്നും മൈൻഡ് ആക്കണ്ട, ഇത് കുറച്ചും കൂടെ ഹയർ ലെവലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞതാണ്. അതായത് റെസിസ്റ്റർ എന്ന് പറയുന്നത് റെസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു തടസ്സം, അല്ലെങ്കിൽ നമ്മുടെ കൂടുതലായിട്ടൊരു കാര്യം വരുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചിട്ട് നമുക്ക് വേണ്ടുന്ന രീതിയിൽ യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള വോൾട്ടേജിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ് നമ്മൾ എന്ത് പറയുക, റെസിസ്റ്റർ എന്ന് പറയുന്നത്. റെസിസ്റ്റർ. ഓക്കെ ഓക്കെ, യെസ് 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 യെസ്. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പൊ റെസിസ്റ്റേഴ്സിന് ഓരോരോ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് കണക്കാക്കുന്നത് ഇതിൽ ഒരു റിങ് കണ്ടോ, റിങ്, കളർ റിങ്, അത് വെച്ചിട്ടാണ് വാല്യൂസ് കണക്കാക്കുന്നത്. നിങ്ങളുടെ കയ്യിലെ റെസിസ്റ്ററിന്റെ വാല്യൂ 1K ആണ്. 1 കിലോ ഓം. വോൾട്ടേജ് നാം എന്ത് പറയല്? 10 വോൾട്ട്, 2 വോൾട്ട്, 3 വോൾട്ട്, 4 വോൾട്ട് എന്നല്ലേ? അല്ലല്ലോ. ടെമ്പറേച്ചറിനെയോ? ഡിഗ്രി. അല്ല, ടെമ്പറേച്ചർ എന്ത് പറയുന്നേ? പ്ലസ് ടു പഠിക്കുന്ന ആരില്ലേ? നമ്മുടെ അല്ല നമ്മുടെ ഇവനുണ്ടല്ലോ, യെസ്, കെൽവിൻ. അതായത് നമ്മ ഇന്നത്തെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് ആണ്, 30 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നെല്ലാം പറയുന്നില്ലേ? ഇല്ലടോ? യെസ്, പറയലുണ്ട്. നമ്മുടെ മോട്ടറിന്റെ വോൾട്ടേജ് 200 വോൾട്ടാണ്, 10 വോൾട്ടാണ് എന്നെല്ലാം പറയലില്ലേ? ഇനി വണ്ടി ഭ്രാന്തന്മാർക്കാണെങ്കിൽ ഞാൻ അങ്ങനെയും പറയാം. നമ്മുടെ മറ്റേ കാറിന്റെ സ്പീഡ് ഇത്ര RPM ആണ് എന്നെല്ലാം പറയലില്ലേ? പറയില്ലേ? മനസ്സിലായോ? അതായത് എല്ലാത്തിനും ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഇല്ലേ? അങ്ങനെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം, OHM. മനസ്സിലായോ? അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള റെസിസ്റ്ററിന്റെ വാല്യൂ ആണ് 1 കിലോ ഓം അല്ലെങ്കിൽ 1000 ഓം. മനസ്സിലായോ? യെസ്. അപ്പൊ റെസിസ്റ്റർ എന്താണെന്ന് മനസ്സിലായില്ലായിരിക്കും. അത് ഇപ്പൊ ആർക്കും മനസ്സിലായി ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നമ്മൾ ഇത് കൂടുതൽ ഈ 15 ഡേയ്സ് നമുക്ക് ഇത് യൂസ് ചെയ്യാത്ത ദിവസം പോലും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഈ ഒരു LED യൂസ് ആക്കുന്നുണ്ടെങ്കിൽ അവിടെ എല്ലായിടത്തും നമ്മൾ റെസിസ്റ്റർ ഉപയോഗിക്കണം. മനസ്സിലായോ? യെസ് 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 യെസ്. ഓക്കെ, അപ്പൊ റെസിസ്റ്റർ മാറ്റാം. അടുത്തത് LED. LEDക്ക് 2 ലെഗ് ഉണ്ട് ഇല്ലേ? അതിൽ ഒന്നെന്താ? ഒന്ന് പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവും. അതായത് വലുത് പോസിറ്റീവും ചെറുത് നെഗറ്റീവ്. നീളം കൂടിയത് പോസിറ്റീവും നീളം കുറഞ്ഞത് നെഗറ്റീവും ആണ്. മനസ്സിലായോ?
യെസ്. അപ്പൊ ബഫറിലും ഇല്ലേ? ബസറിലും ഉണ്ട്. നീളം കൂടിയത് പോസിറ്റീവ് ആണ്. എല്ലാം നോട്ട് ചെയ്യാ. നീളം കൂടിയത് പോസിറ്റീവ് ആണ്, നീളം കുറഞ്ഞത് നെഗറ്റീവ് ആണ്. ഓക്കെ. ഓക്കെ. ആ അപ്പം ഇനി നമുക്ക് ഈ LED ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യിച്ച് നോക്കാം. അപ്പം നമുക്ക് ഇതെല്ലാം ഓൺ ചെയ്യണം. അപ്പം ആദ്യം നമുക്ക് റെസിസ്റ്റർ എടുത്ത് ഇത് ഇങ്ങനെ കണക്ട് ചെയ്യണം. പക്ഷെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് LED ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇല്ല. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യന്മാർ സോൾഡറിങ് ആണ് ചെയ്യുന്നത്. സോൾഡറിങ് പറഞ്ഞാൽ എന്താ അറിയോ? സോൾഡറിങ് അതായത് ഈ രണ്ട് മെറ്റൽ പീസസിനെ തമ്മിൽ ഒട്ടിക്കുന്ന രീതി, ഒട്ടിക്കുന്ന രീതിയാണ് നമ്മൾ സോൾഡറിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യാൻ നമുക്കിപ്പോ പറ്റില്ല. അപ്പൊ അങ്ങനെ സോൾഡർ ചെയ്തതിൽ വേറെ പ്രശ്നമുണ്ട്. ഇത് ഇങ്ങനെ പെർമനന്റ് ആയിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. നമുക്ക് വേറെ വേറെ പ്രൊജക്ടിന് യൂസ് ചെയ്യേണ്ടതല്ലേ. അതിന് വേണ്ടിട്ട് ആ ബുദ്ധിമുട്ടെല്ലാം ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. ഇതിന്റെ പേരാണ് ബ്രെഡ് ബോർഡ്. എന്താ? നമ്മള് കഴിക്കുന്ന ബ്രെഡില്ലേ അതന്നെയാണ് ബ്രെഡ് ബോർഡ്. ഓക്കെ ഓക്കെ. ഇനി ശ്രദ്ധിക്ക, ഈ ബ്രെഡ് ബോർഡിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അപ്പൊ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് കണക്ഷൻസ് അല്ല എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാ ഈ സ്ക്രീൻ എല്ലാം ശ്രദ്ധിക്കാം. ഇതാണ് നമ്മുടെ എന്ത് ബ്രെഡ് ബോർഡ് അല്ലേ? അപ്പൊ നിങ്ങളുടെ കയ്യിൽ കാട്ടിയും കുറച്ച് ചെറുതാണിത്. മനസ്സിലായോ? ഓക്കെ. ഇനി ശ്രദ്ധിക്ക, ഇതിൽ കാണുന്ന ഈ സെക്ഷൻ കണ്ടോ? കണ്ടു. ഇത് ഈ രീതിയിൽ കണക്റ്റഡ് ആയിരിക്കും എപ്പോഴും. മനസ്സിലായോ? ഫസ്റ്റ് മനസ്സിലാവുന്ന നിർബന്ധമില്ല. കണക്ട് ചെയ്യുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ താഴത്തെ പോസിറ്റീവ് ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. മനസ്സിലായോ? യെസ്. അതേപോലെ കാണുന്ന ഈ ഒരു കോട്ട കണ്ടോ? അത് ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. ഇങ്ങനെ. ഇതവന് ഇങ്ങനെ കണക്റ്റഡ് അല്ല, വെർട്ടിക്കലി കണക്റ്റഡ് ആയിരിക്കും, ഹൊറിസോണ്ടലി കണക്റ്റഡ് അല്ല. മനസ്സിലായോ? താഴേക്കായിരിക്കും കണക്ഷൻ. ഇതിന്റെ താഴേക്ക് പോവോ? ഈ ഗ്യാപ്പ് ഉണ്ട്, ഗ്യാപ്പിന്റെ അപ്പോഴും കണക്ഷൻ ഇല്ല. ഇവിടുന്ന് ഇങ്ങനെ, ഇവിടുന്ന് ഇങ്ങനെ, ഇത് ഇങ്ങനെ, ഇത് ഇങ്ങനെ, ഇത് ഇങ്ങനെ. അതായത് കുറച്ചും കൂടെ നന്നായിട്ട് കാണിച്ചാല് ഇത് ഇങ്ങനത്തെ കണക്ഷനാണ് പോകുന്നത് ഈ രണ്ട് റെയിലും. ഓക്കെ. ഈ ചെറിയ ചെറിയ ഹോൾസ് അത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഇല്ല, എല്ലാവർക്കും അത് മനസ്സിലായില്ല. നമുക്ക് ഏതായാലും കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അതിനു വേണ്ടിട്ട് ഞാൻ എന്റെ വയറൊന്നും എടുക്കട്ടെ ഒരു മിനിറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വയറില്ലേ? നിങ്ങളുടെ വയേഴ്സ് ഇല്ലേ? അതൊന്നും എടുത്തേ. അത് ഒരുപാട് ടൈപ്സ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എല്ലാം ശ്രദ്ധിക്ക. ഈ പിന്നില്ല ഭാഗത്തിനാ നമ്മ പറഞ്ഞ മെയിൽ പാർട്ട് എന്നാണ്. ഓക്കെ. പിന്നില്ലാത്ത ഭാഗത്തിനാ നമ്മ പറഞ്ഞത് ഫീമെയിൽ പാർട്ട് എന്നാണ്. ഓക്കെ. യെസ് ഡാൻ, അങ്ങനെ തന്നെയാണ്. അപ്പം ഇതേത് വയറാ? യെസ്, മെയിൽ ടു മെയിൽ. ഓക്കെ. ഇതേതാ? പിന്നെ വേറൊന്നും കൂടി ഉണ്ട്. ഏതാ? അത് ഇവിടെ ഇരിക്കുന്ന 26 ആൾക്ക് മനസ്സിലായില്ലേ? കുഴപ്പമില്ലല്ലോ. ഇതേതാ? ഇതേത് വയറാ? യെസ്. ഇതേത് വയറാ? ഫീമെയിൽ ടു മെയിൽ അല്ലെങ്കിൽ മെയിൽ ടു ഫീമെയിൽ.
യെസ്, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഈ പിന്നില്ല ഭാഗത്തിനാ നമ്മ മെയിൽ പാർട്ട് എന്ന് പറയും. പിന്നില്ലാത്ത ഭാഗത്തിനാ നമ്മ ഫീമെയിൽ പാർട്ട് എന്ന് പറയും. അപ്പൊ ഈ വയറിനെ നാം പറയുന്ന പേരാണ് മെയിൽ ടു മെയിൽ ജമ്പർ വയർ. ഇതിന് നമ്മ പറഞ്ഞ ഈ വയറിനെ നമ്മൾ നോർമലി പറഞ്ഞ പേര് ജമ്പർ എന്നാണ്. എന്താ? ജമ്പർ. ജമ്പില്ലേ, ജമ്പ് തുള്ളുന്നത്. യെസ്, ഇതിന് ജമ്പർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മെയിൽ ടു മെയിൽ ജമ്പർ വയർ, ഇത് മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയർ. ആ, അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട സംഭവം എന്താ വെച്ചാല്, അതായത് ശാന്തവും അനുഗ്രഹം അല്ലേ അത് ചോദിച്ചത്? അനുഗ്രഹത്തിന് മനസ്സിലായോ? അനുഗ്രഹത്തിന് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായില്ല, ആർക്കും മനസ്സിലായില്ല. ഒന്നുകൂടി പറയാം. അതായത് ഈ പിന്നിലെ ഐ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, മനസ്സിലായില്ലേ? അനുഗ്രഹം അല്ല അല്ലെ സമാധാനം? ഓക്കെ, അത് ഞാൻ പറയാം. നെഗറ്റീവ് പോസിറ്റീവിന്റെ കാര്യം ഞാൻ പറയാം. ഈ ശാന്തകുമാരി ആരാ? ഓക്കെ, നമുക്ക് ഏതായാലും നോക്കാം. അതായത് അടുത്ത നിങ്ങൾ എടുക്കേണ്ട വയറ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, 2 മെയിൽ ടു മെയിൽ ജമ്പർ വയർ എടുത്തേ. എല്ലാവരും 2 മെയിൽ ടു മെയിൽ ജമ്പർ വയർ എടുത്തേ. എന്താ, ഞാൻ 2 എടുത്തിട്ടുണ്ട്. എല്ലാരും എടുത്തോ? ഇനി നിങ്ങൾ എല്ലാവരും കാര്യം ചെയ്യാം, LED എടുക്കാം, ബ്രെഡ് ബോർഡ് എടുക്കാം. എടുത്തോ? നിങ്ങോ LED എടുത്തിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട, ജസ്റ്റ് ഇതിങ്ങനെ കണക്ട് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യാം. ചെയ്തോ? ഒന്നും നോക്കണ്ട, ഞാൻ പറയാം. ഒന്നും നോക്കണ്ട, കണക്ഷൻ മനസ്സിലാവണ്ടാണ്. എങ്ങനെ? യെസ്, എവിടെ വേണേ കണക്ട് ചെയ്യാം. നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കാൻ കൊണ്ടാണ് എങ്ങനെ നിങ്ങളവിടെ കണക്ട് ചെയ്തോന്ന് പറഞ്ഞത്. എല്ലാരും കണക്ട് ചെയ്തോ? ഇത് ഇവിടെ 26 ആൾക്കാരെ കണക്ട് ചെയ്തോ? ഒരു ഗ്യാപ്പ് നിർബന്ധമാണോ? ഒരു നിർബന്ധമില്ല, ഞാൻ എന്താ ഗ്യാപ്പ് ഇല്ലാതെ വേണേ കണക്ട് ചെയ്യാം. എടാ, എന്റെ ക്യാമറ നേരെ കാണുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ അത്യാവശ്യം നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ക്ലാരിറ്റി ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ കണക്ട് ചെയ്തില്ലേ? അതിൽ കണക്ട് ചെയ്തില്ലേ? ഓക്കെ, നോക്കട്ടെ. ഓക്കെ, പിന്നെ ആരില്ലത്? സ്വാതി കണക്ട് ചെയ്തോ? യെസ്. പിന്നെ ആരില്ലത്? പിന്നെ ഓക്കെ, സ്വാതി. യെസ്, വെരി ഗുഡ്. ഹൃജയ് കണക്ട് ചെയ്തോടാ? ഹൃജയ്, ദേവദത്ത് കണക്ട് ചെയ്തോ? ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞത് ചെയ്യാം. ഒന്നുമില്ല, അവിടെ കണക്ട് ചെയ്തത് ഒരിക്കോ എല്ലാരും ഒരില്ലേ? ഇനി പോസിറ്റീവ് നെഗറ്റീവ് എവിടെ നിന്ന് ഓർമ്മയില്ലത്തക്കത്ത രീതിയിൽ ഒന്നുകൂടെ കണക്ട്. അതായത് ഈ വലുതേതാ? പോസിറ്റീവ്. ഞാൻ എന്റെ പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്തു. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് നെഗറ്റീവ്. അത് എല്ലാവർക്കും ഓർമ്മ വരാൻ വേണ്ടിട്ടാണ്. എന്റെ ഒരു ഡൗട്ട് ഞാൻ ഇവിടെ ചോദിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കുക. എന്റെ ഒരു ഡൗട്ടാണ്, ഞാൻ ഇതിന്റെ പകരമായിട്ട് ഈ സെയിം ലൈനിൽ ഞാൻ കണക്ട് ചെയ്തു. കാര്യമുണ്ടോ? എന്തുകൊണ്ടാ? ഇല്ല.
ആ അതായത് നമുക്ക് ഒരു ലെഗിലേക്ക് പോസിറ്റീവ് മറ്റു ലെഗിൽ നെഗറ്റീവും വേണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വെർട്ടിക്കലി കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യാം. പോസിറ്റീവ് ലെഫ്റ്റിലേക്കും നെഗറ്റീവ് റൈറ്റിലേക്കും ഞാനിപ്പോ കണക്ട് ചെയ്തിട്ടുണ്ട്. യെസ്, കണക്ഷൻ വെർട്ടിക്കൽ ആണ്. ഇത് മനസ്സിലായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞൊന്നുമില്ല കേട്ടോ, തനിയെ മനസ്സിലാവും അത്. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ ചെയ്യാം. എന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് പോസിറ്റീവ് അല്ലേ? അല്ലേ? കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ വേണ്ടി ഞാൻ ട്രൈപ്പോഡ് പൊക്കി നോക്കട്ടെ. ഓക്കെ, ഇതാ എന്റെ ലെഫ്റ്റ് സൈഡിലെ പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ഞാൻ എവിടെ കൊടുക്കണം? പോസിറ്റീവ് നമ്മോ 5 വോൾട്ടിലേക്കാണ് കൊടുക്കേണ്ടത്. മനസ്സിലാക്ക, ആര് കൊടുക്കല്ലേ, ഞാൻ പറഞ്ഞിട്ട് മാത്രം കൊടുത്താൽ മതി. ഇതിലൊരു പ്രശ്നമുണ്ട്. പോസിറ്റീവ് LED പോസിറ്റീവ് നമ്മോ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യണം. പോസിറ്റീവ് 5 വോൾട്ടിലേക്കും ഗ്രൗണ്ട് GND കണ്ടോ, ഇവിടെ സൈഡ് GND എന്ന് പറഞ്ഞ പിന്നെ ഉണ്ടോ GND 5 വോൾട്ട് 3.3 വോൾട്ട് അങ്ങനെ കണ്ടോ. നമ്മ യൂസ് ചെയ്യുന്ന സെൻസറോ നമ്മ യൂസ് ചെയ്യുന്ന ഏത് കമ്പോണൻസിന് പവർ നമ്മ സാധാരണ അർഡിനോ കൊണ്ട് ഈ ഭാഗത്തു നിന്നാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ എന്റെ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് ഇതാ ഇവിടെ ജമ്പർ നെഗറ്റീവ് GND ആണ്. എപ്പോഴും ഓർമ്മ വേണം. പോസിറ്റീവ് നമ്മൾ സാധാരണ 5 വോൾട്ടേക്കോ 3.3 വോൾട്ടിലേക്കോ കൊടുക്കണം. യെസ് സർ, there is 2 GND നമ്മൾ സാധാരണ പറയുന്ന പേര് കോമൺ ഗ്രൗണ്ട് എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 2 GND ഉണ്ട്. ഈ ഒരു മെറ്റൽ പീസ് ഉണ്ടോ, അതും ഒരു GND ആണ്. അതും ഒരു GND ആണ്. അങ്ങനെ അത് കോമൺ ഗ്രൗണ്ട് ആണ്. നമ്മുടെ വീട്ടിലത്തെ എർത്തിങ്ങല്ലേ, അത് കോമൺ ആണ്. അങ്ങനത്തെ സാധനമാണ് ഇത്. ശ്രദ്ധിക്ക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇതാ, LED പോസിറ്റീവിലേക്ക് ഒരു ജമ്പർ വയർ കൊടുത്തു, നെഗറ്റീവിലേക്ക് വേറെ ജമ്പർ വയർ ഞാൻ കൊടുത്തു. നിങ്ങൾ കൊടുത്തോ? ഞാൻ കൊടുത്തു. നേരെ വെർട്ടിക്കലായിട്ട് തന്നെ ഒരേ പാത്ത് തന്നെ നോക്കണം. കണ്ടോ? അതായത് നിങ്ങൾ കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിട്ട് ഒരു ഡൗട്ട് ഉണ്ട്. ഹലോ, റിസ്വാൻ പറയൂ. ഈ സാധനമല്ലേ ആക്ച്വലി ഒരു മിനിറ്റ്. അതങ്ങനല്ല. അതായത് യെസ് അഭിജിത്ത്, അതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ചോദിക്കാൻ വന്ന ക്വസ്റ്റ്യൻ. അത് ഞാൻ പറയാം. റിസ്വാൻ ശ്രദ്ധിക്കുക. അതായത് നമുക്ക് 3 ടൈപ്പ് വയേഴ്സ് ഉണ്ട്. ഒന്ന് പിന്നില്ലത്, 2 ഭാഗത്ത് പിന്നില്ലതും, മറ്റൊന്ന് ഒരു ഭാഗത്ത് പിന്നില്ലതും മറ്റു ഭാഗത്ത് പിന്നില്ലാത്തതും. ഇല്ല റിസ്വാൻ? അതെ, ഈ ഒരു കവറിൽ ഈ ഒരു വയറേ ഉള്ളൂ, അതിൽ നിന്നാണോ ഉള്ളത് അതോ മറ്റേ ഒരു സെറ്റ് ഓഫ് വയേഴ്സ് ആണ്? അത് ഒരു കവറിനകത്ത് നിറച്ചുണ്ടാവും. യെസ്, അതിൽ നിന്നാണ് എടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ എടുത്തത് അതാ. നിങ്ങൾ എടുത്തത് ഒരു ചെറിയൊരു കവറിനുള്ളന്നല്ലേ? അതല്ല, അത് അതിന്റെ അകത്ത് തന്നെ വെച്ചോളൂ. അത് സോയിൽ മോയ്സ്ചർ സെൻസർ ആണ്. അത് അതിന്റെ വയറാണ്. അതെന്താ കുഴപ്പമില്ല, അത് അവിടെ തന്നെ വെച്ചോളൂ. ഓക്കെ, ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്ക, ഈ പിന്നില്ല ഭാഗത്തിന് നമ്മ മെയിൽ പാർട്ട് എന്ന് പറയും, പിന്നില്ലാത്ത ഭാഗത്തിന് ഫീമെയിൽ പാർട്ട് എന്ന് പറയും. നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് 2 മെയിൽ ടു മെയിൽ ആണ്. 2 എണ്ണം മെയിൽ, 2 സൈഡും പിന്നിലെ 2 എണ്ണം. 2 എണ്ണം. കളർ ഈസ് ഓൺലി ഫോർ ദി ഇൻഡിക്കേഷൻ. നമുക്കത് മനസ്സിലാവാൻ വേണ്ടിട്ടാണ്. കളറിന് ഇവിടെ ഒരു വാല്യൂവും ഇല്ല. നമുക്ക് അതായത് ഇപ്പൊ എല്ലാം യെല്ലോ കളർ ആയാലും നമുക്ക് കൺഫ്യൂഷൻ ആയില്ലേ?
നെഗറ്റീവ് ഏതാ പോസിറ്റീവ് ഏതാ അതുകൊണ്ടാണ്. ആ എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ് മനസ്സിലായി. Yes. Yes. മനസ്സിലായി. ഓക്കെ. അങ്ങനെ വർക്ക് ആകുന്നില്ല സ്നാപ്ഡ്രാഗൺ. ഓക്കെ, അപ്പൊ രണ്ട് മെയിൽ ടു മെയിൽ ജമ്പർ വയർ എടുത്തോ റിസ്വാൻ? റിസ്വാൻ ആ എടുത്തില്ലേ? മെയിൽ ടു മെയിൽ എടുത്തില്ലേ? ആ, എന്നിട്ട് അത് LED കണക്ട് ചെയ്തോ? LED കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അതില് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ഏതായാലും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ്. ആ, അതിന് നേരതാ ആ വെർട്ടിക്കൽ. നിങ്ങൾക്ക് ബ്രെഡ് ബോർഡ് കണക്ഷൻ മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ ബ്രെഡ് ബോർഡ് കണക്ഷൻ? ആ, അതിന്റെ ഒരു കളർ ഒരു പ്രശ്നമില്ല, എങ്ങനെയാണ് കണക്ട് ചെയ്യാം. എന്താ ഇങ്ങനെ കണക്ട് ചെയ്തു, നെഗറ്റീവ് ഇങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, പക്ഷേ എല്ലാം ശ്രദ്ധിക്കാം. റിസൾട്ട് ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു അർഡിനോ എന്നുള്ളത് 5 വോൾട്ട് ആണ് അല്ലേ? LED-ക്ക് ആകെ താങ്ങാൻ പറ്റുന്നത് എത്രയാ? 3.32 അല്ലെങ്കിൽ 4.6 വോൾട്ടേജ് ആണ് അല്ലേ? യെസ്. അതെ. നമ്മുടെ അർഡിനോ ബോർഡ് 3.3 വോൾട്ടേജ് ഉണ്ടോ? ഇതെവിടെ സൈഡ് നോക്കി, എല്ലാവരും സൈഡ് നോക്കി. ഇല്ലേ 5 വോൾട്ടിന്റെ ഇപ്പുറം സൈഡ് ഒരു 3.3 വോൾട്ടേജ് ഇല്ലേ? ഇവിടെ 3.3 വോൾട്ടേജ് ഉണ്ടോ? ആ കണ്ടു. കണ്ടോ? ഇവിടെ 5 വോൾട്ട് ഉണ്ട്, 3.3 വോൾട്ടേജ് ഉണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പൊ എല്ലാവരും പോസിറ്റീവ് നേരെ 3.3 വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്യാം, നെഗറ്റീവ് നേരെ GND-യിലേക്ക് കണക്ട് ചെയ്യാം. ഈ ഹോളിലേക്ക്, ഈ ബ്ലാക്ക് ഹോളിലേക്ക് കണക്ട് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. അതായത് പോസിറ്റീവ് ഞാൻ എടുത്തു, അത് ഞാൻ നേരെ കുറച്ചുകൂടെ വിസിബിൾ ആവട്ടെ. പോസിറ്റീവ് ഞാൻ എടുത്തു, പോസിറ്റീവ് ഞാൻ എടുത്തു, അത് ഞാൻ നേരെ 3.3 അങ്ങനെ എണ്ണ 1 2 3 4 5 3.3ലേക്ക് കണക്ട് ചെയ്തു. എല്ലാരും കണക്ട് ചെയ്തോ? കണക്ട് ചെയ്തോ? കണക്ഷൻ കാണുന്നില്ലേ? ഇതാ, അതായത് 3.3യുടെ നേരെ മുമ്പിൽ ഈ കറുത്ത ഹെഡർ ഇല്ലേ? ഇതിനാ ഹെഡർ എന്നാണ് പറയുന്നത്, ഈ കറുത്ത സാധനത്തിനാ. ഓക്കെ, ആ 3.3ന്റെ മുമ്പിൽ തന്നെ ഒരു ഹോൾ ഉണ്ടാവും, അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. ഇങ്ങനെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തു. മനസ്സിലായോ? അടുത്ത ഗ്രൗണ്ട് എവിടെയാണ് കണക്ട് ചെയ്യണ്ടേ? നെഗറ്റീവ് എവിടെയാണ് കണക്ട് ചെയ്യണ്ടേ? നെഗറ്റീവ് എവിടെയാണ് കണക്ട് ചെയ്യണ്ടേ? GND-യിലേക്ക് എല്ലാരും കണക്ട് ചെയ്തേ. ഇവിടെയാണ്, അതാണ് പറഞ്ഞത്. GND പറയുന്നത് കോമൺ ആണ്. അതിന്റെ LED ഇതാ ഇവിടെ കത്തുന്നുണ്ട്. നിങ്ങളെല്ലാം കത്തിയാ? കുറച്ചധികം കത്തിരി കരിഞ്ഞിട്ട് മണക്കുന്നുണ്ടോ അല്ലെ? ശ്രദ്ധിച്ച്, ചാൻസ് ഇല്ല എന്നാലും. എല്ലാവരും കത്തിയോ? എല്ലാരും കത്തി 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 നിന്ന് ചാറ്റിലിട്ടെ. എനിക്ക് കമ്പ്യൂട്ടറില്ല, അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്നിങ്ങനെ കട്ട് ചെയ്താൽ മതിയാ? കണക്ട് ചെയ്ത് ജസ്റ്റ് നോക്കിയാ വേടാ. ഇതാരാ സംസാരിക്കുന്നത്? സങ്കീർത്തല്ലേ? എനിക്ക് ലാപ്ടോപ്പ് ഇല്ലാന്നല്ലേ? ഓക്കെ ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നിന്റെ ലാപ്ടോപ്പ് നാളെ കിട്ടുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പ്രഭാകരൻ. നിങ്ങളെല്ലാരും നിങ്ങളുടെ പേര് വെക്കുന്നവർ ഇങ്ങോട്ട് എത്തി നിലക്ക് മനസ്സിലാവുന്നില്ല. എല്ലാരും കത്തി കത്തി. ആ ഓക്കെടാ, കണ്ടേ. എങ്ങനെ? ഓക്കെടാ, ഞാൻ നോക്കിക്കോട്ടാ. ഓക്കെ, എല്ലാരും കത്തിയില്ലേ? അത് നമുക്ക് ടെസ്റ്റ്. അത് നിങ്ങളുടെ അസൈൻമെന്റ് ആണ് നാളത്തെ, ഞാൻ നാളെ പറയാം. അതിനെ കാണിച്ചത് അങ്ങനെ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് കാണിച്ചത് നല്ലതല്ലേ? അതാണ് ഇലക്ട്രോണിക്സ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒന്ന് ചെയ്തതിൽ ഇനി 2 എങ്ങനെ വെക്കാം, 3 എങ്ങനെ വെക്കാം.
അടുത്തത് നമ്മുടെ പ്രൊജക്റ്റ് ഇതല്ല. നമ്മുടെ പ്രൊജക്റ്റ് എനിക്ക് ഇതിന് എന്താക്കണം എന്ന് പറഞ്ഞെങ്കിൽ ഇതാ ഇങ്ങനെ ബ്ലിങ്ക് ആക്കുന്നതാ. LED ബ്ലിങ്ക് ആണെന്നുണ്ടോ? കണ്ടോ? കണ്ടു. യെസ്, അങ്ങനെ ഒന്ന് ബ്ലിങ്ക് ആക്കണം. പക്ഷെ ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്തിട്ടാണ്. അങ്ങനെയല്ല, ആക്ച്വൽ കോഡിൽ നമുക്കത് ബ്ലിങ്ക് ആക്കണം. അപ്പൊ കോഡിങ്ങും സോഫ്റ്റ്വെയർ ഒന്നിച്ചെറിയാന്ന് എല്ലാം ശ്രദ്ധിച്ചോ. ഈ 3.3 വോൾട്ട് ഞാൻ ഇവിടെ കണക്ട് ചെയ്തില്ലേ, അത് ഊരാം. ഓക്കെ, അതിനേക്കാളും മുമ്പ് നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്ററും കൂടി വെക്കണം. ഓക്കെ, റെസിസ്റ്റർ എന്തിനാ വെക്കുന്നത്? കൂടുതൽ വോൾട്ടേജ് വരും എന്തായാലും ആർഡിനോന്ന് കത്തിപ്പോവില്ലേ. അപ്പൊ എല്ലാവരും നോക്കാം, വളരെ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക. റെസിസ്റ്റർ എടുത്തു, എല്ലാരും സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. റെസിസ്റ്റർ എടുത്തു, ജസ്റ്റ് ഇങ്ങനെ വളച്ചു, മീൻസ് ഇങ്ങനെ വളക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് നേരെ ഇതാ LED പോസിറ്റീവ്, നെഗറ്റീവ് എന്നല്ല നമുക്ക് വേണം, പോസിറ്റീവ് എന്നാണ് കേട്ടോ. പോസിറ്റീവ് എന്ന് ഞാൻ എടുത്തിട്ട് നേരെ മറ്റേതെങ്കിലും ഒരു ഹോളിലേക്ക് ഞാൻ വെച്ചു. പോസിറ്റീവ് എന്ന് ഞാൻ നേരെ എടുത്തു, അത് ഇപ്പുറം സൈഡിലേക്ക് ഞാൻ വെച്ചു. അതായത് പോസിറ്റീവിലേക്കുള്ള കണക്ഷൻ ഏത് വഴിയാ പോകുന്നത്? ഇപ്പോ ഒരു റെസിസ്റ്റർ വഴിയാണ്. അതായത് 5 വോൾട്ട് കൊടുത്താലും ഇപ്പൊ കുഴപ്പമില്ല. മനസ്സിലായോ? ഇതിനെയാണ് ഇലക്ട്രോണിക്സിലെ കൊമ്പന്മാരാണ് ഈ റെസിസ്റ്റർ എന്ന് പറഞ്ഞ സാധനം. വളരെ വളരെ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പൗണ്ട് ആണ് ഇത്. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി നിങ്ങൾ ജസ്റ്റ് യെസ്, അതായത് റെസിസ്റ്റർ ഇങ്ങനെ വളച്ചെല്ലാരും ഇങ്ങനെ വളക്കാം, കുഴപ്പമില്ല. അതിന് മുമ്പ് മറ്റേ പോസിറ്റീവ് വയർ സമയം പോസിറ്റീവ് വയർ ഊരാ, അത് കംപ്ലീറ്റ്ലി ഊരാം. 3.3 വോൾട്ട് ഊരാം. അത് നമ്മൾ നേരത്തെ ജമ്പർ വയർ കണ്ടില്ലേ, ആ സെയിം ഹോളിലേക്ക്, സെയിം അല്ല, ആ വെർട്ടിക്കലി ഉള്ള ഹോളിലേക്ക് ജസ്റ്റ് ഇത് കണക്ട് ചെയ്യാം. അത് നേരെ ഇപ്പുറം സൈഡിലേക്ക് ജമ്പാക്കാം. മനസ്സിലായോ? ഞാൻ നിങ്ങൾ കുറച്ചും കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിട്ട് ഞാൻ കാര്യം ചെയ്യാം. ശ്രദ്ധിക്കുക, ഞാൻ വരച്ച് തന്നെ കാണിക്കാം. നമ്മുടെ പഴയ ട്രഡീഷണൽ മെത്തേഡ് ഞാൻ എടുക്കാം. അതായത് നമ്മൾ ഇതാണ് LED. ശ്രദ്ധിക്കുക, ഇതാണ് LED സിമ്പിൾ. ഓക്കെ, LED പോസിറ്റീവ് നമ്മൾ മുമ്പ് എവിടെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായേ? 3.3 വോൾട്ടേജിലേക്ക് അല്ലേ? നെഗറ്റീവ് GND-ലേക്കാണ് കണക്ട് ചെയ്തത്. ഞാൻ ഇതിനെ മാറ്റിയിട്ട് LED ഞാൻ എടുത്തു, പോസിറ്റീവ് ഒരു റെസിസ്റ്റർ എടുത്തു. റെസിസ്റ്ററിന്റെ സിമ്പിൾ ആണ് നിങ്ങൾ കാണുന്നത്. ഫിസിക്സിൽ റെസിസ്റ്ററിന്റെ സിമ്പിൾ ആണിത്. പോസിറ്റീവിന്റെ നേരെ സൈഡിലേക്ക് ഞാൻ റെസിസ്റ്റർ വെച്ചിട്ട് അത് നേരെ 5 വോൾട്ടിലേക്ക് കൊടുത്തു. നെഗറ്റീവ് എവിടെയാ? ഗ്രൗണ്ടിൽ. GND ഫുൾ ഫോം ആണ് ഗ്രൗണ്ട്. I don't understand breadboard. Please explain again. Okay, breadboard ഫസ്റ്റ് ആയിട്ട് മനസ്സിലായില്ല. അത് നെഗറ്റീവ് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമ്മുടെ പോസിറ്റീവ് വെക്കുന്നതാണ് നല്ലത്. അത് ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, അത് വയ്യ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ബ്രെഡ് ബോർഡ് കണക്ഷൻ ആരും അങ്ങനെ പേടിക്കണം. എന്താ വെച്ചാൽ നമുക്ക് 15 ഡേയ്സിൽ നമ്മൾ ഇത് തന്നെയാണ്. ബ്രെഡ് ബോർഡ് ഇല്ലാത്തൊരു പ്രൊജക്റ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ പഠിക്കും, ഓട്ടോമാറ്റിക്കലി പഠിക്കും. ഇതാണ് ബേസിക്. നിങ്ങൾക്ക് അതിൽ കാണിക്കുന്നതിന് കുറച്ച് ആൾക്കാർക്ക് ഇതിൽ കാണിച്ചത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. ഇപ്പോൾ ഇതിന് സീരീസ് കണക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് മാറ്റാം. ഇപ്പൊ ഇത് നോക്കാം. അപ്പൊ ഞാൻ റെസിസ്റ്റർ എടുത്തില്ലേ, അത് ഞാൻ ഇങ്ങനെയല്ല കണക്ട് ചെയ്തിട്ടില്ലേ? ഇതാ സീരീസ് ആയിട്ട് തന്നെയല്ലേ? എല്ലാരും ഇങ്ങനെ കണക്ട് ചെയ്തോ? കണക്ട് ചെയ്തവർ പറഞ്ഞേ. ഇപ്പൊ ഈ അഡിനോരെ എനിക്കിപ്പോ കണ്ടിട്ടില്ല. അപ്പൊ ഒരു വേറെ ചാർജിലേക്ക് കൊടുത്തിട്ട് എനിക്ക് കറണ്ടിലേക്ക് കൊടുക്കാൻ കഴിയും. എങ്ങനെയാടാ? ഇപ്പൊ ഈ കേബിളിന്റെ ഒരു വേറെ അഡിനോ കുത്തിയിട്ട് മറ്റൊരു മൊബൈൽ ചാർജിലേക്ക് കുത്തിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തോ, ചെയ്യാട്ടോ. അങ്ങനെ ചെയ്തോ, കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്തെല്ലാരും ചെയ്തവരെല്ലാം ഒന്ന് എസ് കമന്റ് ചെയ്തേ.
അപ്പൊ നിങ്ങൾ എല്ലാരും ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് കേട്ടോ റെസിസ്റ്റർ കണക്ട് ചെയ്തത്. യെസ്, ഇനി ഇത് വർക്കിംഗ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇതിന്റെ നേരെ എൻഡില്ലേ, പോസിറ്റീവ് എടുത്ത് എൻഡില്ലേ, അതിൽ നിന്നൊരു വയർ എടുത്ത് ഞാൻ ഇതാ ഇങ്ങനത്തെ ജമ്പർ വയർ കണക്ട് ചെയ്തു. ചെയ്തില്ലേ? ഇതാ ആ നേരില് വെർട്ടിക്കൽ സെക്ഷൻ തന്നെ. അതായത് ഇത് ചെയ്ത് ഇത്രയേ ഉള്ളൂ, ചെയ്ത് ഇത്ര കാര്യമേ ഉള്ളൂ. പോസിറ്റീവ് ഞാനൊരു റെസിസ്റ്റർ വഴി ഒരു ജമ്പർ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ആ മൊബൈൽ ചാർജർ കണക്ട് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ പ്രോഗ്രാം ഒന്നും റണ്ണായില്ല. മനസ്സിലാക്കാൻ കണക്ട് ചെയ്തോ? ചെയ്തൊരു എസ് ടൈപ്പ് ചെയ്തേ. എന്താ ചെയ്തില്ലേ? എസ് ധ്യാൻ ഓക്കെ, നവന്തിക ശ്രീഷ്ണ ഓക്കെ, ഹൃജയ് ഓക്കെ. ആർക്കാ പറ്റാത്തത്? നമ്മുടെ ഇവനല്ലേ സുമാറാം. എങ്ങനെയാ LED കത്തുന്നില്ല? LED കത്താനായിട്ടാ നമ്മ ഈ വയറിന്റെ അടുത്തായിരുന്നു. നിങ്ങൾ എല്ലാവരും 5 വോൾട്ടിൽ കണക്ട് ചെയ്ത് എല്ലാരും അപ്പൊ കത്തും. കത്തി അല്ല 5 വോൾട്ട് കണക്ട് ആക്കി കത്തുന്നില്ല. അല്ല റെസിസ്റ്ററിന്റെ നേരെ റെസിസ്റ്ററിന്റെ മുമ്പിലാണ് നെഗറ്റീവ് വെക്കേണ്ടത്. അങ്ങനെയല്ല. എങ്ങനെ വയറ് വെക്കണതില്ല. ആ ഓക്കെ ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കാം നോക്കാം. LED ഇപ്പൊ കണക്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ? പോസിറ്റീവ് എല്ലാരും ഒന്നും ശ്രദ്ധിക്കാം. ആ LED കളർ കുറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ റെസിസ്റ്ററിന്റെ വാല്യൂ കൂടിയതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല. എന്താ LED ഞാൻ ഇവിടെ വെച്ചു. പോസിറ്റീവ് ഞാൻ റെസിസ്റ്ററിന് 2 ലെഗ് ഉണ്ട്. ഒരു ലെഗ് ഇതാ പോസിറ്റീവിലേക്ക് ഞാൻ കണക്ട് ചെയ്തതാ. ഇങ്ങനെ ഇതാ കണക്ട് ചെയ്തില്ലേ? കണക്ട് ചെയ്തോ? മറ്റേതാ ഇവിടെ എവിടെയെങ്കിലും ആയിട്ടാ ഞാനിപ്പോ ജസ്റ്റ് ഇവിടെ കണക്ട് ചെയ്തോ. അത് എവിടെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഓക്കെ. ആ അതെടുത്തിട്ട് ഞാൻ നേരെ 5 വോൾട്ട് കണക്ട് ചെയ്തു. ആർഡിനോന്റെ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു. ഇതാ 5 വോൾട്ട് കണക്ട് ചെയ്തതാ. 5 വോൾട്ട് ഇവിടെയാണ്. 5 വോൾട്ട് ആണെന്നില്ല എല്ലാവർക്കും. ഇതാണ് ആർഡിനോന്റെ 5 വോൾട്ട്. ഇതാ ഇതാണ് ആർഡിനോന്റെ 5 വോൾട്ട്. ഓക്കെ. എന്നിട്ട് ഗ്രൗണ്ട് എവിടെയാണ് കണക്ട് ചെയ്യണ്ടേ? നെഗറ്റീവിലേക്ക്. ഇതാ നെഗറ്റീവില് കണക്ട് ചെയ്തു. LED നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു. എങ്ങനെ സാധിക്കേ? 5 വോൾട്ടിന് നമ്മ ഫിക്സ് 5 വോൾട്ട് ഫിക്സ് ചെയ്ത വയറ് റെഡ് ബോർഡിലൂടെ കണക്ട് ചെയ്യേണ്ടത്. ഇതാ ഈ റെസിസ്റ്ററിന്റെ നേരെ മുമ്പിൽ കണക്ട് ചെയ്യുക. ഈ ബ്ലൂ വയർ. ആ GND എപ്പോഴും നെഗറ്റീവ് ആണ്. നെഗറ്റീവും GND സെയിം മീനിങ് ആണ്. ഓക്കെ, അതിൽ എപ്പോഴും ഏത് സെൻസർ ആയാലും ഏത് മൊഡ്യൂൾ ആയാലും ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ ഓക്കെ. എല്ലാരും LED കത്തിയാ? എനിക്കൊരു ക്വസ്റ്റ്യൻ. യെസ് ആദിത് പറയൂ. എലിന്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടല്ലേ രജിസ്റ്റർ കണക്ട് ചെയ്ത്? എങ്ങനെയാണെങ്കിൽ കണക്ട് ചെയ്യാം, പക്ഷെ സെയിം വെർട്ടിക്കൽ കോളത്തിലാവണം. ഓക്കെ. സോ ആ ഗ്യാപ്പിന്റെ നടുവിൽ നമുക്ക് മറ്റേ പോസിറ്റീവ് ആയി കണക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ വൺ സെക്കൻഡ്. അല്ല, രജിസ്റ്ററിന്റെ മുമ്പിലും പുറകിലും ആവാൻ പറ്റുമോ? ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കണക്ഷൻ വരുന്നത് ഇതാണ് റെസിസ്റ്റർ. ഇത് റെസിസ്റ്റർ അല്ലേ? റെസിസ്റ്റർ ഇതാ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതാ ഇവിടെ കണക്ട് ചെയ്ത്. ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഇപ്പൊ കണക്ട് ചെയ്തില്ലേ? അല്ലേ? നമ്മ ഈ റെസിസ്റ്റർ വെക്കുന്നത് തന്നെ ഇവിടുന്ന് വരുന്ന 5 വോൾട്ട്. ഞാൻ ഒരു അർഡിനോ ബോർഡ് ഇവിടെ വെക്കുന്നത്. ഇതാണ് അർഡിനോ ബോർഡ്
അല്ലേ അല്ലേ? ആർഡിനോ ബോർഡിൽ നിന്ന് 5 വോൾട്ട് ഞാൻ എടുത്തു. ആ ഞാൻ നേരെ ഇവിടെ കണക്ട് ചെയ്തു. അതായത് 5 വോൾട്ട് ഇവിടെ നിന്ന് നേരെ ഒഴുകി 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 റെസിസ്റ്റർ വഴി ഒഴുകി ഒഴുകി വോൾട്ടേജ് കുറഞ്ഞിട്ട് ഇതിൽ ഒഴുകി ഒഴുകി ഇവിടെ പോകും. LED പോസിറ്റീവിലേക്ക് പോകും. ഗ്രൗണ്ട് എപ്പോഴും ഗ്രൗണ്ടിലേക്ക് ഇവിടെ ഗ്രൗണ്ട് കണക്ട് ചെയ്തു. എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ വയറ് നമുക്ക് H4 അല്ലെങ്കിൽ H5 ഇടാൻ പറ്റുമോ ചോദിച്ചാൽ? H4 and I4. ഏത് വഴാണ് നീ ഉദ്ദേശിക്കുന്നത്? ഇതാണോ? അതെ. ഇത് ഈ വഴ ഇതിൽ കൊടുത്താൽ എന്താണെന്ന് അറിയോ? അതായത് നീ എന്റെ ക്വസ്റ്റ്യൻ ഒക്കെ മനസ്സിലായി. അതായത് ഞാനിപ്പോ 5 വോൾട്ട് എടുത്തു. അത് 5 വോൾട്ട് ആണ്. നേരെ എടുത്തു നേരെ ഇതില് വഴി ഇവിടെ കണക്ട് ചെയ്തല്ലേ? കണക്ട് ചെയ്യണമെന്നല്ലേ? നമ്മുടെ LED താങ്ങാൻ പറ്റുന്ന വോൾട്ടേജ് എത്രയാ? 3.3. ഇതിപ്പോ നമ്മൾ എന്താ ചെയ്തത്? 5 വോൾട്ട് ഡയറക്റ്റ് ഇതിലേക്കാണ് കണക്ട് ചെയ്തത്. പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ ഇതുവഴി കടന്നു പോകണം. ഇതുവഴി ഇപ്പോ കടന്നു പോകുന്നുണ്ടോ? ഇല്ല. അതായത് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. സീരീസ് ആയിരിക്കണം. ഇതിപ്പോ സീരീസ് ആണോ? അല്ല. സീരീസ് അല്ല. ഔട്ട്സൈഡ് ആണിത്. അതായത് ഇങ്ങനെ ആയിരിക്കണം കണക്ഷൻ. എങ്ങനെ? എൽഇഡിയുടെ വയറ് ഇവിടെയൊക്കെ കുത്തൽ ശരിക്കും മനസ്സിലായിട്ടാ? മനസ്സിലായില്ല. അത് പറയാം. ആദ്യം ഇത് ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇതുവഴി കടന്ന് പോകണം. ഇതുവഴി ഇങ്ങനെ ഒഴുകി പടന്നാലേ ഈ റെസിസ്റ്ററിന്റെ ഉള്ളിലേക്ക് പോകണടാ. അതായത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിട്ട് ഞാൻ നമ്മുടെ പ്ലംബറിലേക്ക് തന്നെ പോവാം. ഇതെന്താ അറിയില്ലായിരിക്കും. ഇതെന്താ സാധനം? PVC പൈപ്പ്. അതായത് വലിയ PVC ചെറിയ PVC ആകുന്ന സാധനം അല്ലേ? ഇതാണ് നമ്മുടെ റെസിസ്റ്റർ. അങ്ങനെ സങ്കല്പിക്കാം. അപ്പൊ കൊറേ വെള്ളം ഒഴുകുന്ന പൈപ്പാണ് ഈ ഭാഗത്ത് വരുന്നത് അല്ലേ? അപ്പൊ ഇതില് വരുമ്പോ എന്താവും? അതിന് ക്വാണ്ടിറ്റി കുറയില്ലേ? കുറയൂലേ? ഇല്ലേ? കുറയും. അതാണ് നമ്മൾ റെസിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പോയിട്ട് ഇവിടെ പോയിട്ട് ഇത് കണക്ട് ചെയ്താലോ? വെള്ളം കണക്ട് ചെയ്താലോ? ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ വലുതിനെ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അത് സീരീസ് ആയിട്ട് തന്നെ എപ്പോഴും കണക്ട് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തത്. അതാണ് ഇവിടെയും ചെയ്തത്. മനസ്സിലായതാ? സീരീസ് ആയിട്ടുള്ള കണക്ഷൻ ആണ്. എല്ലാം ശ്രദ്ധിക്കുക. ലാസ്റ്റ് ശ്രദ്ധിക്കുക. LED എടുത്തു. പോസിറ്റീവ് സൈഡിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തു. സാധിക്കും. നേരില്ല. അത് ഇവിടെ എവിടെയെങ്കിലും കോട്ടയിൽ കണക്ട് ചെയ്തോ? കുഴപ്പമില്ല. സ്ട്രൈറ്റ് കുഴപ്പമില്ല. എന്നിട്ട് ആർഡിനോ ബോർഡ് എടുക്കാം. ഇതേത് സൈഡാ? ഇതേത് പിന്നെ സാധിക്കേ? LED ഈലേക്ക് ഏതാ? ഇത് പോസിറ്റീവാ. ഇതേത് പിന്നെ? ഇത് റെസിസ്റ്റർ കുത്താത്തത് നെഗറ്റീവ് അല്ലേ? ഒരു വര കട്ട് ചെയ്യാം. ചെയ്താ? അതിന് നേരെ GND കണക്ട് ചെയ്തേ. ചെയ്താ? എന്നിട്ട് റെസിസ്റ്ററിന്റെ ഈ ഫ്രീ ആയിട്ടുള്ള ലെഗില്ലേ? ഇത് റെസിസ്റ്ററിന്റെ ഈ ഫ്രീ ലെഗില്ലേ? ഇത് അതിന് നേരെ മുമ്പിൽ ഒരു വയർ എടുത്തേ. മുമ്പിൽ തന്നെ വെർട്ടിക്കൽ നേരെ.
കണ്ടേതാ? ആ ആ അത് നേരെ 5 വോൾട്ട് കണ്ടത്. 5 വോൾട്ട് കണ്ടത് കത്തി കത്തില്ലേ? ഇനി നമുക്കൊരു മണിക്കൂറും കൂടി എക്സ്ട്രാ എടുത്ത കുഴപ്പമുണ്ടോ? നമുക്ക് LED ബ്ലിങ്ക് ആക്കുന്ന പ്രോഗ്രാം ആക്കാം. കുഴപ്പമില്ലല്ലോ? എല്ലാരും ഓക്കെ അല്ലേ? ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ റിസ്വാൻ? ഏതാ? ഇപ്പൊ ഓക്കെ അല്ലേ? LED കത്തിയില്ലേ? ഓക്കെ ആൻഡ് അദ്വൈത് ഓക്കെ അല്ലേ? അതുൽ ദേവ് ഓക്കെ അല്ലേ? അദ്വൈത് ഓക്കെ. നവന്തിക ഓക്കെ അല്ലേ? ആൻഡ് ഓക്കെ ഓക്കെ ധ്യാൻ ഓക്കെ ഓക്കെ യെസ് യെസ് യെസ്. ആദിത് ഓക്കെ അല്ലേ? ആദിത് ഓക്കെയാണ്. യെസ് യെസ് ഇറ്റ്സ് ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇനി കുറച്ച് കോഡിങ് കൂടി പഠിക്കണം. എന്നാലേ കാര്യം ഉണ്ടാവും. ഈ 5 വോൾട്ടിൽ കണ്ടത് ഈ പിന്നില്ലേ? ഈ പിന്നില്ലേ? ഇല്ലേ? ഇല്ലടോ. അത് ജസ്റ്റ് അൺപ്ലഗ് ചെയ്യാം. GND എവിടെ നിന്ന് ഇരിക്കട്ടെ, ഈ 5 വോൾട്ടിൽ കണ്ടത് പിന്നെ മാത്രം ജസ്റ്റ് അൺപ്ലഗ് ചെയ്യാം. ചെയ്തോ? ആ അതെടുത്തിട്ട് നേരെ ഇവിടെ ഒരുപാട് പിൻസ് ഉണ്ട് ഇല്ലേ? ഈ സൈഡ് അതിൽ 8 എന്ന് പറഞ്ഞൊരു പിന്നുണ്ട്. അതിലേക്ക് കണക്ട് ചെയ്യാം. 8 എത്ര വർഷം? 8 അല്ലേ? ആ 8. എന്തായിരുന്നു ഊരിന്റെ? 5 വോൾട്ടിൽ കണ്ടത് പിന്നില്ലേ? യെസ്. അത് ഊരാ. അതിന് നേരെ 8 പറഞ്ഞ പിന്നുണ്ട് ഇവിടെ. അതിലേക്ക് ഇവിടെ ഈ ഗ്യാപ്പിന്റെ ഫസ്റ്റ് കണ്ടു. LED ഒന്നും കത്തുന്നില്ലല്ലോ ആരും? ഇല്ല. ഇല്ല. ഓക്കെ. 8ാമത്തെ ആണോ? പിന്നെ 8 ആണ്. പിന്നെ 8 ആണ്. അപ്പം അങ്ങനെല്ലാം കണക്ട് ചെയ്തില്ലേ? ഇതിന്റെ കണക്ഷൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആകാം കേട്ടോ. പറയുമ്പോഴൊക്കെ ഞാൻ ചെയ്തിട്ടാണോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക്സിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് അടുത്ത് ഞാൻ പറയുന്നത്. ഹൈ എന്ന് വെച്ചാൽ ഓണും, ലോ എന്ന് വെച്ചാൽ ഹൈ എന്ന് വെച്ചാൽ ഓണും, ഹൈ HIGH ഹൈ എന്ന് വെച്ചാൽ ഓണും, ലോ എന്ന് വെച്ചാൽ ഓഫും. 1 എന്ന് വെച്ചാൽ ഓണും, 0 എന്ന് വെച്ചാൽ ഓഫും. എല്ലാവർക്കും മനസ്സിലായി? ഇതിലെ 23 ആൾക്കാർക്ക് മനസ്സിലായില്ലേ? ഹൈ എന്ന് വെച്ചാൽ ഓൺ, ലോ എന്ന് വെച്ചാൽ ഓഫ്. ആ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലാകാം. എന്നിട്ട് നമുക്ക് കോഡ് എഴുതാം. എല്ലാവരും ആർഡിനോ ഐഡി ഓപ്പൺ ആക്കാം. പറയുമ്പോഴൊക്കെ എല്ലാവരും ഓപ്പൺ ആക്കിയിട്ടാണ്. ഓക്കെ. നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിക്കൊണ്ട് നിൽക്കാന്ന്. അപ്പൊ നാളെ എങ്ങനെടാ പറയാം. അതായത് ഹൈ എന്ന് വെച്ചാൽ HIGH ഹൈ എന്ന് വെച്ചാൽ ഓണും, ലോ എന്ന് വെച്ചാൽ ഓഫും ആണ്. അത് എന്തിനാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് ആർക്കും മനസ്സിലാവില്ല. എന്നാലും മനസ്സിലാക്കി വെക്കാം. ഹൈ എന്ന് വെച്ചാൽ ഓണും, ലോ എന്ന് വെച്ചാൽ എന്താ? ഓക്കെ അല്ലേ? ശ്രദ്ധിക്കാം. എല്ലാവരും ഓപ്പൺ ചെയ്തോ? ഇനി ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്യുന്ന കോഡ് ആരും മൈൻഡ് ആക്കണ്ട. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഞാൻ പറയാണ്, ഈ സെറ്റപ്പിന്റെ അകത്ത് ഞാൻ എഴുതാണ് പിൻമോഡ് 8 ഔട്ട്പുട്ട്. ഇങ്ങനെ എഴുതി. എന്താ എഴുതിയേ? പിൻമോഡ് 8 ഔട്ട്പുട്ട്. അടുത്ത കോൺസെപ്റ്റ് പഠിക്കാൻ നമ്മോ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താ, ഇൻപുട്ട് എന്ന് വെച്ചാൽ എന്താ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഔട്ട്പുട്ട്
നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് കോഡിങ്. List the input devices used in a computer. ഏതൊക്കെയാ? മൗസ്, കീബോർഡ്, മൗസ്, കീബോർഡ്, പ്രിന്റർ. അല്ല പ്രിന്റർ അല്ല അല്ലെ, മൈക്രോഫോൺ. പ്രിന്റർ. നമ്മ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് അതിന്റെ റിസൾട്ട് പുറത്തേക്ക് ഔട്ട്പുട്ട്. അത്രേ ഉള്ളൂ. അങ്ങോട്ട് കൊടുക്കുമ്പോ ഇൻപുട്ട്, ഇങ്ങോട്ട് തരുമ്പോ ഔട്ട്പുട്ട് അല്ലേ? ആ അതായത് നമ്മള് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുന്ന മൗസ് ഇങ്ങനെ അനക്കുമ്പോ കർസർ ഇങ്ങനെ നീങ്ങും, അത് ഇൻപുട്ട് ആണ്. നമ്മ ലാപ്ടോപ്പിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോ സ്പീക്കറിൽ സൗണ്ട് കേൾക്കുന്നു, അത് ഔട്ട്പുട്ട് ആണ് അല്ലേ? യെസ്. അപ്പൊ ശ്രദ്ധിക്ക, നമ്മ 8ാമത്തെ പിന്നിലേക്ക് ഒരു സാധനം കണക്ട് ചെയ്തിട്ടുണ്ട് ആർഡിനോ വന്നെ. എന്താ ഒന്നുകൂടെ 8ാമത്തെ പിൻ, ആർഡിനോന്റെ 8ാമത്തെ പിന്നിലേക്ക് നമുക്ക് ഒരു സാധനം കണക്ട് ചെയ്തിട്ടുണ്ട് വയർ വഴി. എന്താ നമ്മുടെ നമ്മുടെ LED അല്ലേ? ഗ്രൗണ്ട് ആരും നോക്കണ്ട കേട്ടോ, ഗ്രൗണ്ട് ആരും ഇവിടെ മൈൻഡ് ആക്കില്ല. ഗ്രൗണ്ട് കോമൺ ആണ്, അതായത് മൈൻഡ് ആക്കില്ല. അങ്ങനെ വിചാരിക്കാം, ഗ്രൗണ്ട് അതിന്റെ വഴിക്ക് ഇങ്ങനെ പോകും. നമ്മ എപ്പോഴും കണക്ഷൻ നോക്കുന്നത് പോസിറ്റീവ് സൈഡ് ഇവിടെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ 8ാമത്തെ പിന്നിലേക്ക് നമ്മൾ സാധനം കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താ? ലൈറ്റ്, LED. അപ്പോ ആർഡിനോനെ സംബന്ധിച്ചിട്ട് LED ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ? ഔട്ട്പുട്ട് അല്ലേ? ലോജിക്കലി തിങ്ക് ചെയ്യാം. ആർഡിനോനെ സംബന്ധിച്ചിടത്തോളം നമ്മ ഇതിലേക്ക് കണക്ട് ചെയ്ത LED ഔട്ട്പുട്ട് അല്ലേ? ആ സാധനം തന്നെയല്ലേ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ലേ? അതല്ലേ ഞാൻ ഇപ്പൊ ഇവിടെ എഴുതിയിട്ടില്ലേ? പിൻമോഡ് 8 ഔട്ട്പുട്ട് അല്ലേ? അതെ. അപ്പൊ പിൻമോഡ് എന്ന് പറഞ്ഞ ഈ കമാൻഡ് ഉപയോഗിക്കുന്നത് നമ്മ ഏത് പിന്ന് എന്തിനു ഉപയോഗിക്കുന്നതാണ്. ഫസ്റ്റ് കമാൻഡ് നമ്മൾ പഠിച്ചു പിൻമോഡ്. പിൻമോഡില് ഈ M ക്യാപിറ്റൽ ലെറ്റർ ആണ്, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ ആണ്. നമ്മിപ്പോ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് C++ ആണ്. അതില് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററിനും നമ്മ പറഞ്ഞ പേര് കേസ് സെൻസിറ്റീവ് എന്നാണ്. എന്താ? കേസ് സെൻസിറ്റീവ്. സോ വി ക്യാൻ സേ ദാറ്റ് C++ ലാംഗ്വേജ് ഈസ് കേസ് സെൻസിറ്റീവ്. അതായത് ചെറിയ അക്ഷരത്തിനും വലിയ അക്ഷരത്തിനും 2 മീനിങ് ആണ്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ M മാറ്റിയിട്ട് ചെറിയ M കൊടുത്തു, അപ്പൊ ഫംഗ്ഷൻ മാറി. ഓക്കെ, മനസ്സിലായോ? ഇല്ല, ആർക്കും മനസ്സിലാക്കാൻ ചാൻസ് ഇല്ല. മനസ്സിലായി. അല്ല, കുറച്ചാൾക്ക് മനസ്സിലാക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോ ഇല്ല. എന്നാലും ശ്രദ്ധിച്ചിരിക്കാം. ഫസ്റ്റ് നമ്മൾ ഫംഗ്ഷൻ പഠിച്ചു, അതിന്റെ പേരെന്താ? പിൻമോഡ്. പിൻമോഡ് എന്താക്കുന്നേ? നമ്മ ഏത് പിന്ന് എന്തായിട്ട് സെറ്റ് ആക്കിയിട്ടാണ് ഉള്ളത്? ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ? 8ാമത്തെ പിന്നിലേക്ക് നമ്മൾ എന്താ കണക്ട് ചെയ്തിട്ടില്ലേ? ഔട്ട്പുട്ട്. അല്ല, 8ാമത്തെ പിന്നിലേക്ക് നമ്മൾ എന്താ കണക്ട് ചെയ്തിട്ടില്ലേ? LED. അത് ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ? ഔട്ട്പുട്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ടൈപ്പ് ചെയ്തേ, ടൈപ്പ് ചെയ്തു. ഇനി എനിക്കൊരു ഈ LED 8ാമത്തെ പിന്നിൽ കണക്ട് ചെയ്ത LED എനിക്കൊന്ന് ഓൺ ആക്കണം. അതിനുള്ള കോഡ് ഞാൻ ഈ സെറ്റപ്പിന്റെ അകത്ത് തന്നെ എഴുതാണ്. അതിന്റെ കമാൻഡ് ശ്രദ്ധിക്കാം. ഡിജിറ്റൽ റൈറ്റ് 8 ഓൺ ചെയ്യും. ഓൺ എന്ന് വെച്ചാൽ എന്താ? ക്യാപിറ്റൽ ലെറ്റർ ഹൈ കൊടുത്തു. ഈ സെമി കോളൻ എല്ലാവർക്കും ഓർമ്മ വേണേ. നമ്മ ഇംഗ്ലീഷ് ലെറ്ററിൽ ഫുൾ സ്റ്റോപ്പ് ആണ് ഉപയോഗിക്കുന്നത്. C++ ലാംഗ്വേജിൽ ഈ സെമി കോളൻ ആണ്. സ്വന്തം പേര് മറന്നാലും C++ന്റെ ഈ കുത്തും കോമയും മറക്കരുത്. എല്ലാ പ്രോഗ്രാമേഴ്സിനെയും എന്താ മറക്കൂല. എന്താ പകരം നമുക്ക് പറ്റും, പക്ഷെ നമ്മൾ ഹൈഡായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, അപ്പം സ്വന്തം പേര് മറന്നാലും എന്ത് മറക്കില്ലാമോ? ഈ സെമിക്കോളൻ മറക്കില്ല.
ഫുൾ സ്റ്റോപ്പ് മറക്കൂല. നിർബന്ധമാണ്. C++ ലാംഗ്വേജിൽ ഫുൾ സ്റ്റോപ്പ് നിർബന്ധമാണ്. ഓക്കെ, ഓക്കെ. ഇത്ര ചെയ്തു എല്ലാവരും. ഔട്ട്പുട്ട് ക്യാപിറ്റൽ ലെറ്ററിലാണ് വേണ്ടത്, ഹൈ എഴുതിയത് ക്യാപിറ്റൽ ലെറ്ററിലാണ് വേണ്ടത്. ഓക്കെ ഓക്കെ. ഓക്കെ. ഇനി എല്ലാരും ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തതിന് മുമ്പ് ഇവിടെ പോയിട്ട് ഇത് കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് പോയി ഞെക്കാം. ഇവിടെ പോയിട്ട് യൂനോന്ന് കുറച്ച് ലാസ്റ്റത്തെ ഇത് എഴുതല്ലേ. എനിക്ക് കണക്ട് ആവുന്നില്ല. ആരത് പറഞ്ഞേ? അതുല് എന്താ ഇതില് കണക്ട് ആവുന്നില്ല. കണക്ട് നീ പോർട്ട് മാറ്റി കുത്തറ. പോർട്ട് മാറ്റി കുത്തിയിട്ടും കണക്ട് ആവുന്നില്ല. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. ഇല്ലേ? LED കത്തുന്നുണ്ടോ? അല്ല, LED അല്ല, അർഡിനോ കത്തുന്നുണ്ടോ? ആ കത്തുന്നുണ്ട്. അപ്പൊ നീ ഇല്ലേ അർഡിനോയിലേക്ക് കണക്ട് ചെയ്ത കേബിൾ ഇല്ലേ, അത് നോക്കിട്ട് അതിൽ കണ്ടത്. കോഡ് അപ്ലോഡ് ചെയ്യട്ടാ. ആ ചെയ്തോ. അതിൽ ചെക്ക് ചെയ്യടാ. അപ്പം ഇതിലേക്ക് എല്ലാവരും കണക്ട് ചെയ്തില്ലേ? അർഡിനോ സെറ്റ് ആക്കി വെച്ചില്ലേ? ഇന്നലെ പറഞ്ഞതാണ്. എന്നിട്ട് അത് ജസ്റ്റ് അപ്ലോഡ് അടിക്കാം. അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ LED കത്തും. നോക്കാം, LED കത്തുന്നത് ഫസ്റ്റ് പറഞ്ഞ സാധനമാണ്. നമ്മൾ LED പറഞ്ഞതാ കോഡിനനുസരിച്ച് ആടാ. ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറ. അർഡിനോ മറ്റേ ഓപ്പൺ ആണല്ലോ, ഓപ്പൺ ആകുമ്പോ എഴുതി കാണിക്കുന്നുണ്ടല്ലോ, പക്ഷെ ഓപ്പൺ ആവുന്നില്ല അർഡിനോ. എന്താ പ്രശ്നം? എന്താ അതിലെന്താ കാണിക്കുന്നത്? അത് എന്താ കാണിക്കുന്നത്? റിസൾട്ട് കത്തിയോ? അയ്യോ, അത് കാണുന്നില്ലല്ലോ. അത് കാണുന്നില്ലടാ. അതിലെന്താ കാണിക്കുന്നത്? അതെന്താ സാധനം? അതല്ല, മറ്റേ അർഡിനോ ഓപ്പൺ ചെയ്യുമ്പോ ഇത് ആപ്പ് ഓപ്പൺ ആവുന്നില്ല, എങ്ങനെ എഴുതി കാണിക്കുന്നത്? ആപ്പ് ഉബുണ്ടു ആണോ വിൻഡോസ് ആണോ? വിൻഡോസ് ആണോ? ആ. നീ അതിന്റെ ഫോട്ടോ ഒന്ന് വാട്സപ്പിൽ അയച്ച്. ഒരു മിനിറ്റ്. ഹലോ. ആ ആരത്? പറയടാ. ഇല്ല, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കടാ. അരമണിക്കൂറിനോട് വിളിച്ചാൽ കേട്ടാ. ഓക്കെ. ആ ഹലോ. യെസ്. എന്താ ഹസാദിക് പറയാം. ഇവിടെ പോയിട്ട് നമ്മ ഇന്നലെ ചെയ്തില്ലേ, കത്തില്ല അത് കേശവ്. യെസ്. ഇവിടെ ഒരു സാധനം വന്നിട്ടുണ്ടോ? സാദിഖ്, അത് എങ്ങനെ തന്ന കോഡ് ഇവർ തന്ന കോഡിൽ അപ്ലോഡ് ചെയ്തോ? അതിലുണ്ടാക്കണ്ടേ? അങ്ങനെ LED കത്തുന്നപ്പോ ഞാൻ പിൻ മോഡ് 8 ഔട്ട്പുട്ട് ഡിജിറ്റൽ ബ്രൈറ്റ് 8 ഹൈ. ഇനി അപ്ലോഡ് ചെയ്യും. എങ്ങനെ അപ്പോഴത്തെ ടിക്ക് മാർക്കിൽ അപ്ലോഡ് ചെയ്യുന്നേ? അല്ലല്ല, അതിനെക്കാട്ടി മുമ്പ് ഇവിടെ ഈ സാധനം കണ്ട, അർഡിനോ യൂനോ സാധനം കണ്ട, ആ സെറ്റ് ആക്കിയാ. ഇന്ന് അപ്ലോഡ് ചെയ്തോ. ഇന്നൊക്കെ അപ്ലോഡ് ആവും. അത് കാണിക്കുന്നുണ്ടല്ലോ. എന്ത് കാണിക്കുന്നേ? കാണിച്ചതാ. നോക്കട്ടെ. നീ എവിടെയോ സെമി കോളം മറന്നിട്ടുണ്ടല്ലോ. സ്ക്രീൻ കാണിച്ചേ. സെമി കോളം മറന്നിട്ടുണ്ടല്ലോ. ഓക്കെ, നോക്കട്ടെ. ഡിജിറ്റൽ ഡബ്ല്യു ക്യാപിറ്റൽ ലെറ്റർ വേണം. ഡിജിറ്റൽ ആയിട്ട് ഡബ്ല്യു ക്യാപിറ്റൽ ലെറ്റർ വേണം. കണ്ടോ? കേസ് സെൻസിറ്റീവ് ആണ്. ഡിജിറ്റൽ റൈറ്റിന്റെ ഡബ്ല്യു ക്യാപിറ്റൽ ലെറ്റർ ഇടാൻ വേണ്ടത്. സാധിക്കേ
ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണോ കൊടുത്തേ? ക്യാപിറ്റൽ ആയിട്ട് തോന്നുന്നു. ആ അതൊന്നുകൂടെ നോക്കിയേ. ഏട്ടാ വാട്സപ്പ് ആയിട്ടുണ്ട്. അതില് നിന്നെന്താ തന്നെ വരുന്നില്ല. ക്യാപിറ്റൽ ലെറ്റർ അല്ല വേണ്ടത്. ആ എടാ അദ്വൈതേ ആ ഓ നീലേ അതെല്ലാം ക്ലോസ് അടിച്ചിട്ട് അർഡിനോ ആ ആപ്പ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആക്കണോ? റണ്ണാക്കണ ആ റൺ അങ്ങനെ ഓപ്പൺ എന്ന ഓപ്ഷൻ ഉണ്ട്, അതടിക്ക്. ഓക്കെ അത് അടിച്ചു നോക്കി, അത് വരുന്നില്ല. വരുന്നില്ല? ഇല്ല, ഓപ്പൺ അടിച്ചു നോക്കും വരുന്നില്ല. നീ താഴെ സെർച്ചില് അഡ്മിനിസ്ട്രേറ്റർ എന്നിട്ടുണ്ട്. ആ അത് അടിച്ചു നോക്കിക്കോ. എന്നാല് എത്ര ആൾക്കാർക്ക് ഇവിടെ കത്തിയിട്ടുണ്ട് പറഞ്ഞേ? സാത്വിക എന്തായിടാ കത്തിയാ? ആ സാത്വിക് കത്തിയാ? അതിനെ കത്തിയാ എന്തായി? സാറിപ്പോ ഇങ്ങനെ കാണിക്കുന്നത് നോക്ക്. കോംപ്ലിക്കേഷൻ എക്സ്പെക്ടഡ് കൺസ്ട്രക്ടർ ഡിസ്ട്രക്ടർ ഓർ ടൈപ്പ് കോൺവെർസേഷൻ ബിഫോർ ബ്രാക്കറ്റ് ഓപ്പൺ. വോയിസ് സെറ്റിന്റെ പുറത്ത് ഡിജിറ്റൽ റേറ്റ് ആ നോക്കട്ടെ ഹൃജയ്. അല്ല ഹൃജയല്ല, സാത്വിക മീത്തരെ കാണിച്ചേ നോക്കട്ടെ. എടാ നീ ആ സെമിക്കോളം കണ്ടാ? സെമിക്കോളം എന്നല്ല, ആ മറ്റേ ബ്രാക്കറ്റ് ഉണ്ടാ? നീ കൂടെ ശ്രദ്ധിച്ച സ്ക്രീനെ ശ്രദ്ധിച്ചെന്റെ ഇത് കണ്ട? നീ ഇതാ ഇപ്പൊ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. നീ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്. ഈ ബ്രാക്കറ്റ് ഉണ്ടാ, അതിന് പുറത്താണ് എഴുതിയിട്ടുള്ളത്. ആ ഇതിന്റെ അകത്ത് തന്നെ വേണം. ഈ രണ്ട് ബ്രാക്കറ്റ് ഉണ്ടാ, ഇതിന്റെ അകത്ത് വേണം എഴുതാൻ. എല്ലാവരും ശ്രദ്ധിക്കാട്ടോ, അങ്ങനെയാണ് വേണ്ടത്. ആ അതിൽ ദേവേ കോം4 കണ്ടിടാം. ആയിട്ട് അവിടെ അർഡിന് യുഎൻഒ സെർച്ച് ചെയ്യും. യുഎൻഒ സെർച്ച് ചെയ്യും. UNO. ആ ഇന്ന സെലക്ട് ആക്ക്. ഇനി ഓക്കെ അടിച്ചോ, റൺ ചെയ്തോ. എങ്ങനെയാടാ നോക്കട്ടെ? കോഡ് കാണിച്ചേ. നോക്കട്ടെ. ആ ഇനി നീ എന്താക്കണെന്ന് വെച്ചാലേ താഴേക്ക് വിടും. അഞ്ചാമത്തെ ലൈനിലേക്ക് പറോ. ആ അവിടെ പോയിട്ട് ഒരു കേർലി ബ്രാക്കറ്റ് ആക്കറോ. കേർലി ബ്രാക്കറ്റ് അല്ലേ, വളഞ്ഞ ബ്രാക്കറ്റ്. ആ നോക്കാം അത് നോക്കട്ടെ. ആ ഓക്കെ. ഇന്ന് അപ്ലോഡ് ആക്കി. നോക്കട്ടെ അടുത്തേക്ക് കൊണ്ടുവന്ന് നോക്കട്ടെ. എനിക്കത് ക്ലിയർ ആവുന്നില്ലടാ, നിന്റെ പിക്ചർ ക്ലിയർ ആവുന്നില്ല. മുകളിൽ കാണിച്ചേ. ഡിജിറ്റലിന്റെ സ്പെല്ലിംഗ് എല്ലായിടത്തും ഡിജിറ്റലിൽ എല്ലായിടത്തും. ആ അതാണ് C++ന്റെ പ്രശ്നം കണ്ട. കുത്ത്, കോമ, ബ്രാക്കറ്റ് വളരെ പ്രശ്നമാണ്. പൈത്തൺ ഇങ്ങനല്ല കേട്ടോ, പൈത്തൺ ഇതിനെ കണ്ട് സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അത് അപ്ലോഡ് ആവാൻ പറ്റും കേട്ടോ സാധിക്കേ. ഇനി എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്ക, നമ്മ LED ഓൺ ആക്കി. നമ്മുടെ പക്ഷെ പ്രോഗ്രാം അതല്ലല്ലോ, ഓണ് ഓഫ് അങ്ങനെ ആവണ്ടേ? ആ അതിന് വേണ്ടിയുള്ള കോഡാണ്. തിന്നില്ല ധ്യാനം എന്തായി? ധ്യാൻ എന്തായി? ഓക്കെ എന്തിയാ ധ്യാൻ? അതെ, ഇപ്പൊ കോഡ് അപ്ലോഡ് ചെയ്തോ? നീ കോഡ് അപ്ലോഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിന്റെ കണക്ഷൻ നോക്കിയേ. ഈ റെസിസ്റ്ററിന്റെ നേരെ തന്നെയാണോ വയർ കണക്ട് ചെയ്തിട്ടില്ലേ? 8 തന്നെയാണോ കണക്ട് ചെയ്തിട്ടില്ലേ? മേ ബി നീ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. ആ നിന്റെ കത്തി അവിടെ ധ്യാൻ പ്രശ്നത്തിലാണ്. ശരിയുണ്ടാ? നേരെ നോക്കിയേ, നേരെ നോക്കി 8ാമത്തെ പിന്നിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്തത്. ഈ റെസിസ്റ്റർ ഇങ്ങനെ തന്നെയാണ് കണക്ട് ചെയ്ത് നോക്കിയേ.
ഓക്കെ ആണോ? അപ്പൊ ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് മാറുന്നിട്ടുണ്ടോ നമുക്ക്? അതെല്ലാം ചെക്ക് കേട്ടോ. അപ്പൊ ധ്യാനം ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് ഓൺ ഓഫ് ആക്കണം. എല്ലാം ശ്രദ്ധിക്കാം. ഓൺ ചെയ്യണം, ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് ഓഫ് ആക്കണം, വീണ്ടും ഓൺ ചെയ്യണം, ഓഫ് ആക്കണം. അങ്ങനെ ബ്ലിങ്ക് ചെയ്തോണ്ട് നിൽക്കണം LED. അല്ലേ? അപ്പം ആ ഒരു ഡിലേ, അതായത് 1 സെക്കൻഡ് ഓൺ ആവണം. അതിലെന്റെ വർക്കായടാ. അതാണ് പ്രശ്നം. ഓക്കെ, 1 സെക്കൻഡ് ഓൺ ആവണം, 1 സെക്കൻഡ് ഓഫ് ആവണം, 1 സെക്കൻഡ് ഓൺ ആവണം, 1 സെക്കൻഡ് ഓഫ് ആവണം. ആ സെക്കൻഡ് ഇല്ലേ, അതിനു വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആണ് ഡിലേ. സ്മോൾ ലെറ്റർ ആണ് ഡിലേ. ഇവിടെ 1000 എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. ഓക്കെ, 1 സെക്കൻഡ് ഈസ് 1000. യെസ്. അപ്പം LED ഇപ്പൊ ഇവിടെ എന്തായിട്ടുണ്ട്? LED ഇവിടെ ഓൺ ആയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ താഴെ 1 സെക്കൻഡ് ഗ്യാപ്പും കൊടുത്തു. എന്നിട്ട് എന്താവണം? LED എന്താവണം? 1 സെക്കൻഡ് നോ, ആവില്ല. ബ്ലിങ്ക് ആവണമെങ്കിൽ ഓഫ് ആവണം, ലോ ആക്കണം. അടുത്ത ലോ ആക്കണം. LED അതായത് LED ഓൺ ആയി 1 സെക്കൻഡ് നിന്നു, ഓഫ് ആവണം. 1 സെക്കൻഡ് നിൽക്കണം, ആദ്യം ഓൺ ആവണം. അങ്ങനെയാണ്. അപ്പൊ അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഡിജിറ്റൽ റൈറ്റ് 8 ലോ. എങ്ങനെടാ? 6th ലൈനില് നമ്മ ഈ മാഷ ഡിജിറ്റൽ റൈറ്റ് 8 6th റോളവരുടെ കഥിട്ടാ 5th റോള് ഡിജിറ്റൽ റൈറ്റ് 8 ഹൈ. അതെനിക്ക് 4th ലൈനിലുള്ളത്. അത് കുഴപ്പമില്ല, ലൈൻ എത്രാമത്തെ ലൈനിലായാലും കുഴപ്പമില്ല. ഈ സെറ്റപ്പിനകത്തെ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ ആവണമെന്നേ ഉള്ളൂ. അതല്ല പ്രശ്നം. ഇപ്പൊ എന്റെ 5th റോ കേൾക്കുന്നില്ല സാത്വിക്? നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. 8 ലോ ആക്കില്ലേ? അപ്പോ ഹൈ ആക്കി 1 സെക്കൻഡ് ഗ്യാപ്പ്, എന്നിട്ട് ലോ ചെയ്തിട്ടുണ്ട്. ഹൈ ആക്കിയിട്ടുണ്ട്, 1 സെക്കൻഡ് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, ലോ ആക്കിയിട്ടുണ്ട് അല്ലേ? എന്നിട്ട് വീണ്ടും 1 സെക്കൻഡ് ഓഫ് ആവണം, എന്നിട്ട് ആദ്യം ഓൺ ആവണം അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെയും ഒരു ഗ്യാപ്പ് കൊടുക്കാം. ഡിലേ എത്രയാ കൊടുക്കണ്ടേ? 1000 കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാം. അത് ചെയ്യല്, ഇത് ശ്രദ്ധിക്കേ. ഓണായി, ഓഫായി, കംപ്ലീറ്റ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഒന്നുകൂടെ ഇതാ അപ്ലോഡ് ചെയ്തു, ഓണായി, ഓഫായി. മനസ്സിലായോ? എല്ലാവരും ഇതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കി. ഇത് 1 ടൈം മാത്രമല്ലേ ഓൺ ഓഫ് ഉള്ളൂ? അതാണ് നമ്മുടെ അടുത്ത പ്രോബ്ലം. ഇത്ര വർക്കായോ? എന്താ? അതാണ് റിസ്വാൻ. അടുത്ത നമ്മൾ ലൂപ്പിൽ ഇടണം. കണ്ടിന്യൂസ് ആയിട്ട് വർക്കുകയാണെങ്കിൽ എവിടെ ഇടണം നമ്മോ? ലൂപ്പ്. യെസ്. ദേവദത്ത് എവിടെ ഇടണം? ദേവദത്ത് കേൾക്കുന്നുണ്ടാ? അപ്പൊ അത് എവിടെ ഇടണം? താഴെ. താഴെ ഇടണം. അപ്പോ ഈ കോഡ് എടുക്ക, നേരെ കോപ്പി ആക്ക. Ctrl+C കോപ്പി ചെയ്തു, ബാക്ക് അടിച്ചു, ഡിലീറ്റ് ആക്കി, ഈ വോയിഡ് ലൂപ്പിന്റെ അകത്ത് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കി എല്ലാരും. സിമ്പിൾ. ഒന്നുകൂടി പറയുന്നൊക്കെ ഇതാ
ബ്ലിങ്ക് ആവുന്നില്ലേ? കണ്ടിന്യൂസ് ആയിട്ട് ബ്ലിങ്ക് ആവുന്നില്ലേ? സാർ ആ ഞാൻ സാത്കാർഡ് ലെഫ്റ്റ് ആയി പോയി. ആ അപ്പം ഞാൻ ഇപ്പം സാറിന്റെ കോളിൽ ഡിലേ 1000 ഇല്ലേ, ആ അതിന്റെ 5th റോള് ഞാൻ ചെയ്തിട്ടില്ലത്. ആ സമയത്ത് ഞാൻ 6th റോള് അടുത്ത ഡിജിറ്റൽ റൈറ്റ് 8 ലോ അടിക്കാൻ പോകുമ്പോഴേക്ക് 6th റോള് വോയിഡ് ലൂപ്പ് കാണിക്കുന്നുണ്ട്. അത് അവിടെ എൻ്റർ അടിച്ചോടാ. എൻ്റർ അടിച്ച് താഴേക്ക് ആക്കില്ല. വോയിഡ് ലൂപ്പിനെ താഴേക്ക് ആക്കണം. എൻ്റർ അടിച്ച് താഴേക്ക് ആക്ക്. വോയിഡ് ലൂപ്പിനൊന്നും എഴുതണ്ട. എൻ്റർ അടിച്ചിട്ട് 7ാമത്തേലാക്കുന്നേ. ആ വോയിഡ് ലൂപ്പിന്റെ മുകളിലായിട്ടാണ് എഴുതേണ്ടത്. അല്ല, വോയിഡ് ലൂപ്പിന്റെ മുകളിലേ ഏഹ് ഞാൻ ഡിലേ 1000 എഴുതി. എന്നിട്ട് എൻ്റർ അടിക്ക്. അപ്പൊ താഴെ പോകും. അപ്പൊ ആടെ കൊടുത്താൽ പ്രശ്നമില്ലല്ലോ. ഇല്ല. വോയിഡ് ലൂപ്പ് എപ്പോഴും താഴെയാണ് വേണ്ടത്. നീ അത് ടെസ്റ്റ് ചെയ്യ്. ബാക്കിയുള്ളവര് ഇത് ശ്രദ്ധിക്ക്. ലൂപ്പിനകത്ത് ഇട്ടോ എല്ലാവരും. അദ്വൈത്, റിഡ്സ്വാൻ, പിന്നെ ആര്, അതുൽ, എല്ലാവരും ഇട്ടോ? വർക്കിംഗ് അല്ലേ? റിഡ്സ്വാൻ ഓക്കെയാണ്. എന്റെ വർക്കിംഗ് അല്ല. വർക്കിംഗ് അല്ല ബൈ. എന്തുകൊണ്ട് ഈ വോയിഡ് ലൂപ്പിനകത്ത് ഇങ്ങനെ തന്നെ ഇട്ടോ? റിഡ്ജയ്, വെരി ഗുഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ കോഡ്. അങ്ങനെ ഓക്കെ ദേവത്, വെരി ഗുഡ്. വർക്കായാൽ കോഡ് കാണിച്ചില്ല. ഓക്കെ അധികേശ്വർ. ആ ധ്യാൻ ഇല്ലേ ഇതില്? ധ്യാൻ എന്തായി? ധ്യാൻ കത്തിയില്ല. നീ ഒരു കാര്യം ചെയ്ത, നിന്റെ കണക്ഷന്റെ ഒരു ഫോട്ടോ എനിക്ക് അയക്കോ? അതൊക്കെ അയക്കണം. നമുക്ക് നോക്കാടാ. നീ കണക്ഷന്റെ എറർ ആയിരിക്കും. കോഡ് അപ്ലോഡ് ആയിട്ടുണ്ടോടാ? കോഡ് അപ്ലോഡ് ആയിട്ടുണ്ടോന്ന്? കോഡ് നിങ്ങൾ ഞെക്കി അപ്ലോഡ് ആക്കിയില്ലേ? ഇവിടെ ഞെക്കിട്ട് അപ്ലോഡ് ആക്കിയില്ലേ? എറർ ഒന്നും വന്നിട്ടില്ല താഴെ? എറർ വന്നില്ല. അത് കാണിച്ചേ. നോക്കട്ടെ. സാർ എന്റെ എറർ കാണിക്കുന്നുണ്ടല്ലോ. നിക്കടാ, അത് നോക്കാം. ഞാൻ ആദ്യം വേണ്ടി നോക്കട്ടെ. ഓക്കെ, നോക്കട്ടെടാ. അല്ലടാ, ഞാൻ ഇവന്റെ നോക്കട്ടെ. എടാ നേരെ കാണുന്നില്ല. നിന്റെ കോഡ് കാണിച്ചേ. നീ ഒന്ന് വെർട്ടിക്കലായിട്ട് വിളിക്കാറോടാ ധ്യാനെ. നേരെ ഒന്ന് വിളിക്കാറോ? ആ ഇനി അടുത്തേക്ക് കാണിച്ചേ. നോക്കട്ടെ. എഴുതിയ കാണുന്നില്ല എനിക്ക്. മുകളിലെ കോഡ് കാണിക്ക്. മുകളിൽ കാണിച്ച് അടുത്തേക്ക് കൊണ്ടുപോയേ. അയ്യോ കാണുന്നില്ലടാ. ഫോട്ടോ അത് നോക്കാം കേട്ടോ. അപ്പം സാധിക്ക് എന്തായി? ഞാൻ ഇപ്പം വോയിഡ് ലൂപ്പ് അടിച്ചു. എല്ലാം കംപ്ലീറ്റ് ആക്കി അപ്ലോഡ് ആക്കുമ്പോ എന്തോ എറർ കാണിക്കുന്നു. ഓക്കെ, അപ്പൊ സാധിക്ക് ഒരു മിനിറ്റ്. അപ്പൊ ബാക്കിയെല്ലാവർക്കും വർക്ക് ആയിട്ടുണ്ട്. ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, വീണ്ടും നോക്കട്ടെ. എന്തായിരിക്കും ഇതിൽ ടെറർ ആയിരിക്കും പറഞ്ഞേ? എനിക്ക് മനസ്സിലായി. ആർക്കും മനസ്സിലായോ? എല്ലാരും നോക്കിയേ. വോയിഡ് ലൂപ്പ് എന്താ ആരോ പറഞ്ഞോ? പറ. ഹൈ ഉണ്ടെങ്കിൽ നോക്കട്ടെടാ. മറ്റേ സാത്തിക്ക് നോക്കട്ടെ. മുകളിൽ കാണിച്ച്, നേരെ കാണിച്ച്. അവൻ വോയിഡ് ലൂപ്പ് 2 തവണ നീ എന്തൊക്കെ ആക്കിയിട്ടുണ്ടാ? നീ ഒരു കാര്യം ഇതാ ഞാൻ പറഞ്ഞ പോലെ ചെയ് സാത്തിക്ക്. എന്റെ സ്ക്രീൻ നേരെ കാണിക്കുക. സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ നേരെ കാണിക്ക്. നീ ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാലേ, നീ നിന്നോട് വോയിഡ് ലൂപ്പിനകത്ത് എഴുതാൻ പറഞ്ഞേ. വോയിഡ് ലൂപ്പിന് താഴെ ആരാണ് എഴുതാൻ പറഞ്ഞേ?
അതിന് നോക്കി എഴുതിയത്. ഇല്ല, ഇതിൽ ഞാൻ എഴുതിയിട്ടില്ല. ഒയ്യോ, നീ ഇതാണ് നോക്കിയത്? വെറുതെ അല്ല. ഇത് എഴുതില്ലേ? എഴുതിയതുണ്ട്. ഇത് കാണുന്നില്ല, ഇത് എഴുതി. വെറുതെ അല്ല കേട്ടോ. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ സാധ്യ നമുക്കത് ശരിയാക്കാം. ഒരു മിനിറ്റ്, അത് ശരിയാക്കാം. അപ്പം യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയും. നമ്മളെന്തിനാ ഡിലേ 1000 2 പ്രാവശ്യം എഴുതുന്നത്? എങ്ങനെയാടാ? നമ്മൾ ഓൾറെഡി ആഫ്റ്റർ ഡിജിറ്റൽ റൈറ്റ് 8 ഹൈന് ശേഷം ഡിലേ 1000 എഴുതി. യെസ്. ആൻഡ് ആഫ്റ്റർ ഡിജിറ്റൽ റൈറ്റ് 8 ലോന് ശേഷം നമ്മൾ എന്തിനാ ഡിലേ 1000 എഴുതുന്നത്? നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ, എന്തുകൊണ്ടായിരിക്കും? എന്നാലല്ലേ അത് ഒരു സെക്കൻഡ് ഓഫ് ആയിട്ട് നിൽക്കണ്ടേ, അതിനുകൊണ്ടാണ്. നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ ഡിലേ അങ്ങ് ഒഴിവാക്കി, എനിക്ക് അപ്ലോഡ് ചെയ്തു. നോക്കട്ടെ, എന്നാലല്ലേ ലൂപ്പ് നോക്കാം അത് സംഭവിക്കുന്ന. അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓൺ ചെയ്തു. അതിനൊക്കെ ഒന്നുമില്ല. ശേഷം അത് ഓഫ് ആയിട്ട് നിൽക്കുന്നില്ല, പെട്ടെന്ന് ഹൈയിലേക്ക് പോകുന്നു. അതായത് ഇവിടെ ഓഫ് ആവുന്നുണ്ട് സംഭവം. അതായത് ഈ ലോ, അതായത് ലൂപ്പാണിത്. ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഹൈ ലോ ആയിട്ട് അപ്പൊ തന്നെ ഹൈ ആവും. അത് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റില്ല, അത്രയും സ്ലോ ആയിരിക്കും. ലോ ആവുന്ന അപ്പൊ തന്നെ ഓഫ് ആവും. അതിനെക്കാട്ടും നല്ല ഇവിടെ ഒരു ഡിലേ കൊടുക്കുന്നതല്ലേ. ഡിലേ 1000 കൊടുത്തു, ഞാൻ 1000 കൊടുത്തു. അപ്പൊ അത് ഓഫ് ആവും. എന്നിട്ട് ഒരു സെക്കൻഡ് നിൽക്കും, എന്നിട്ട് അത് മുകളിലേക്ക് പോകും. ആ കംപ്ലീറ്റ് ഫംഗ്ഷൻ അവിടെ നടക്കും. പിന്നെ അപ്ലോഡ് ചെയ്തു. ഓക്കെ, നിന്റേത് നീ അതേപോലെ ടൈപ്പ് ചെയ്യടാ. നോക്കട്ടെ, കാണിച്ച് അടുത്ത കൊണ്ടുവിടെ. നീ 7ാമത്തെ വരിയില്ലേ, അതൊന്ന് കോപ്പി ആക്കറോ? അങ്ങനെയല്ല, അതായത് അത് ക്ലിക്ക് 7ാമത്തെ ലൈൻ എടുക്ക്. അതിനെ സെലക്ട് ആക്കുക, ഫുൾ സെലക്ട് ആക്കുക. 7ാമത്തെ ലൈൻ സെലക്ട് ആക്കുക. അല്ല, സെലക്ട് ആക്ക്, വലിക്കുക. ലെഫ്റ്റിലേക്ക് വലിക്കുക. ക്ലിക്ക് ചെയ്ത് വലിക്കുക. ക്ലിക്ക് ചെയ്ത് വലിക്കുക. നോക്കട്ടെ കാണിക്കണോ? ചെയ്തില്ലേ? ഇനി Ctrl+C അടിക്ക്. Ctrl+C രണ്ടും ഒന്നിച്ചാണ്. ചെയ്തോ? ഇന്നത് ഡിലീറ്റ് അടിക്ക്. ബാക്ക് സ്പേസ് അടിക്ക്. അടിച്ചില്ലേ? ഓക്കെ. ഇനി ചെയ്യേണ്ടത് 6ാമത്തെ വരിയിൽ പോട്. നോക്കട്ടെ, സ്ക്രീൻ നേരെ കാണുന്നില്ല. നേരെ 6ാമത്തെ അല്ല 5ാമത്തെ വരിയിൽ പോട്. 5ാമത്തെ ലാസ്റ്റിലേക്ക് പോട്. എൻ്റർ അടിക്ക്. അടിച്ചോ? 6ാമത്തെ ലൈൻ കിട്ടി. കിട്ടിയില്ലേ? ഇനി Ctrl+V അടിക്ക്. Ctrl+V ഒന്നും പറ്റില്ലല്ലോ. വീടാ വി അല്ലേ? വന്നില്ലേ? ഇനി എൻ്റർ അടിക്ക്. ഇന്നൊരു കേളി ബ്രാക്കറ്റ് അടിക്കറോ? ബ്രാക്കറ്റ് ഇല്ല, വളഞ്ഞ ബ്രാക്കറ്റ് ഇല്ലേ? അതടിക്ക്. അടിച്ചാ? നോക്കട്ടെ അടുത്തേ കൊണ്ടേ. എടാ 2 വേണ്ട, 1 മതി. റൈറ്റ് സൈഡിൽ മാത്രം മതി, ലെഫ്റ്റ് സൈഡ് ഒഴിവാക്ക്. അതല്ലടാ, അതല്ല മറ്റത് വേണ്ടത്. ചെയ്താ? നോക്കട്ടെ. ഇനി നീ 6ാമത്തെ വരിന്ന് ഒന്ന് എൻ്റർ അടിക്കറോ? 6ാമത്തെ വരിന്ന് ഒരു എൻ്റർ അടിക്കറോ? അവിടെ ഒരു ഡിലേ 1000 കൊടുത്തേ. എല്ലാം സ്മോൾ ലെറ്റർ ആണ്. ബാക്കി എല്ലാവർക്കും വർക്കിംഗ് അല്ലേ? കുഴപ്പമില്ലല്ലോ, എല്ലാവർക്കും വർക്കിംഗ് അല്ലേ?
അതേ തോന്നുന്നു. യെസ് വർക്കിംഗ് ആണ്. ധ്യാന്റെ കോഡ് ഒന്ന് അയച്ചു തരുമോ? നമുക്ക് ശരിയാക്കാം. അത് ചെറിയൊരു ബ്രാക്കറ്റിന്റെ പ്രശ്നമാണ്. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്തോടാ. നോക്കട്ടെ 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 നോക്കട്ടെ. ആ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ആ ഏട്ടാ ഒരു മിനിറ്റ്. ആ ഫുൾ സ്റ്റെപ്പ് ആണ്, ഫുൾ സ്റ്റെപ്പ് ആണ്, ഫുൾ സ്റ്റെപ്പ് ആണ്. യെസ് റിസാൻ ഇട്ടാ നോക്കട്ടെ. ആ ഇനി അപ്ലോഡ് ചെയ്ത് നോക്കട്ടെ. ധ്യാൻ കേൾക്കുന്നുണ്ടോടാ? ധ്യാൻ കേൾക്കുന്നുണ്ടോ? ആ അഞ്ചാമത്തെ വരി ഇല്ല, അഞ്ചാമത്തെ വരി അവിടെ നീ ഒരു വളഞ്ഞ ബ്രാക്കറ്റ് ഇട്ടെ, കേളി ബ്രാക്കറ്റ് ഇട്ടെ. ഈ സാധനം ഇതിട്ടെ. ആ ഇനി അപ്ലോഡ് ചെയ്യും. സത്യ ബ്ലിങ്ക് ആയടാ. എല്ലാം കത്തിയാ? ഒരിക്കൽ കത്തിയാ? കത്തുന്നില്ലേ? നോക്കട്ടെ നോക്കട്ടെ. നീ മറ്റേ അർഡിനോ ബോർഡിന്റെ അവിടെ സ്വിച്ച് ഉണ്ടോ? ഒരു സ്വിച്ച്, ഒരു റെഡ് സ്വിച്ച് ഉണ്ടോ? ആ നോക്കി. അർഡിനോ ബോർഡില് ഒരു റെഡ് സ്വിച്ച്. ആ വയർ കണക്ട് ചെയ്തതിന്റെ ഇപ്പുറല്ലേ? ഇതവിടെ ചെറിയ കുഞ്ഞി ഒരു സ്വിച്ച്, ഒരു ചുവന്ന കളറ്. ഇതിടാം. നോക്കി. അതാ ഇത് ഈ സാധനം ഇത് ക്യാമറ കൊടുത്തു. ഈ സാധനം ഇത് അത് ഞെക്കറോ? എനിക്ക് കാണിച്ചോട് ഞെക്കണേ. എനിക്ക് LED കാണിക്കണം, LED കാണിക്കണം. എന്നിട്ട് എനിക്ക് ആ അതാണ് ഞെക്ക്. LED കാണിക്ക, LED കാണിക്ക, LED കാണിക്ക. എടാ LED കാണിക്കടാ എനിക്ക്. ഒരിക്കൽ LED ബ്ലിങ്ക് ആയിനാ? ആ അതാണ് നമ്മളെ കോഡ്, അതാണ് കോഡ്. വർക്കിംഗ് ആണ്. നോക്കട്ടെ. അത് ഞാൻ എപ്പോഴും ബ്ലിങ്ക് ആയില്ല. നേരത്തെ ബ്ലിങ്ക് ആയ പോലെ ഉണ്ടായി. ഓക്കെ, അത് സെറ്റാക്കാം. ഓക്കെ, അപ്പം സമയം അത്യാവശ്യത്തിന് വൈകിട്ടുണ്ട്. ഇനി നീ സാത്തിക്ക് ഇത് ശ്രദ്ധിക്കടാ. നീ ശ്രദ്ധിക്ക്, എന്റെ സ്ക്രീനിൽ ശ്രദ്ധിക്ക്. അങ്ങനെ ചെയ്യണം, ഞാൻ പറഞ്ഞു തരില്ല. നീ എന്നെ ചെയ്യണം. ഇതാ നോക്കറോ, സ്ക്രീനിലൊക്കെ എല്ലാവരും നോക്കറോ. സാത്തിക്ക് നോക്കിക്കോ. ഈ കോഡില്ലേ, ഇത്രയിലെ കോഡില്ലേ, ഈ കോഡിനെല്ലാം എടുത്തിട്ട് കോപ്പി ആക്കാം. Ctrl+C അടിച്ചിട്ട് കോപ്പി ആക്കാം. എന്നിട്ട് ബാക്ക് അടിക്കാം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്ക്. എന്നിട്ട് ഈ ലൂപ്പിന്റെ ഉള്ളിൽ ഇവിടെ Ctrl+V അടിച്ചിട്ട് പേസ്റ്റ് ആക്കാം. ഓക്കെ, ഇതിന്റെ അപ്ലോഡ് ആക്കി നോക്കാം. അപ്പൊ കത്തിക്കൊണ്ടിരിക്കും. ഓക്കെ. ആ പിന്നെ ബാക്കി ആരെന്തോ സംസാരിക്കുന്നുണ്ടല്ലോ. ആര് സാറിനെ വിളിച്ചിനി? ഞാന് അത് നിങ്ങൾ റൺ ചെയ്യാൻ പറഞ്ഞിട്ടേ അത് റൺ ചെയ്തു. അപ്പൊ നേരത്തെ കാണിക്കുന്നുണ്ട്, പക്ഷെ ആപ്പ് ഓൺ ആവുന്നില്ല ഇപ്പോഴും. അത് നമുക്ക് സോട്ടെ. നാളേക്ക് ലീവ് അല്ലേ? അതെ നമുക്ക് ലീവ് അല്ലേ? ലേറ്റ് ആയില്ലേ? ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. അപ്പൊ നീ സ്പീഡ് കൂട്ടിക്കൊണ്ട് നിൽക്ക്. LED കത്തിക്കാൻ നോക്കിട്ട് അതിന്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഓക്കെ അല്ലേ? മറ്റേ ധ്യാൻ വർക്ക് ചെയ്യടാ. ധ്യാൻ നമുക്ക് നോക്കാം. നീ എനിക്ക് നാളെ രാവിലെ മെസ്സേജ് നമുക്ക് നോക്കാം. അത് ചെറിയ എന്തെങ്കിലും പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ലേറ്റ് ആയില്ലേ? ഓക്കെ, അപ്പം നമ്മളെ ഫസ്റ്റത്തെ കോഡ് ഓഫ് എഴുതി. ഫസ്റ്റ് എഴുതുമ്പോഴാണ് ഇത്ര സമയം കൺസ്യൂം ആക്കുന്നത്. ഡിലേ എല്ലാം ശ്രദ്ധിക്കുക. ഡിജിറ്റൽ റൈറ്റിൽ W ശ്രദ്ധിക്കുക. പിൻ മോഡിന്റെ M ശ്രദ്ധിക്കുക.
ഓക്കെ, ഇതാണ് ഫസ്റ്റ്. എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്ര ലൈൻ ഓഫ് കോഡിലാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇത്രയും വലിയ കോഡ് കാണിച്ചത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇത്രയും വലിയ ലൈൻ ഓഫ് കോഡിലേക്കെല്ലാം മാറുന്നത്. മനസ്സിലായോ? യെസ്, അങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ ലാസ്റ്റ് വീക്ക് ഉണ്ടാക്കിയ ഒരു കോഡാണ്. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇതിന്റെ റെക്കോർഡിങ് ഞാൻ ഏതായാലും അയച്ചു തരാം, കുഴപ്പമില്ല. ആൻഡ് അപ്പം കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. ഇന്നും നമുക്ക് ഒന്നുകിൽ മുമ്പ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സമയം കൂടുന്നതാണൊക്കെ സമയം മെയിൻറ്റെയിൻ ആവും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്. അപ്പൊ നാളെ നമുക്ക് എന്തെങ്കിലും ഒരു സെൻസറൊക്കെ വെച്ചിട്ടുള്ള പ്രോഗ്രാം ചെയ്യാം. അപ്പൊ നാളെ എല്ലാം ചെയ്യേണ്ട നാളെ ഇപ്പൊ എന്റെ മറ്റേ ആ ഒരു റൗണ്ടിലെ സ്വിച്ച് ചെക്കിൽ മാത്രം കത്തിയത് ഞാൻ വോയിഡ് സെറ്റപ്പിൽ കൊടുത്തുള്ള റൺ വൺസ് ആയിട്ട് മാത്രം. വെരി ഗുഡ്. അതുകൊണ്ട് മാത്രമാണ് റൺ ആയത്. വോയിഡ് ലൂപ്പിൽ കൊടുക്കുമ്പോ റിപ്പീറ്റില് റൺ ആവുന്നുണ്ടോ? അത് നിനക്ക് മനസ്സിലായത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെയാണ് ബോർഡ് വർക്ക് ആവുന്നത്. സെറ്റപ്പിനകത്ത് ഒരു മാത്രമേ വർക്ക് ചെയ്യൂ, ലൂപ്പിനകത്ത് മൾട്ടിപ്പിൾ പ്രൈംസ് ഇങ്ങനെ റിക്കേഴ്സീവ് ഇങ്ങനെ ലൂപ്പിനകത്ത് പോയി കൊടുക്കും. കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അവിടെ ഇല്ലേ ആ റെഡ് ബട്ടൺ ഇല്ല, അത് റിസെറ്റ് ആണ് കേട്ടോ. റിസെറ്റ് ബട്ടൺ ആണ് നമ്മുടെ അതിനെ കൊടുക്കുന്ന റിഫ്രഷ് അടിക്കുന്നതാണ് അത്. ഓക്കെ, അപ്പൊ നാളേക്ക് എല്ലാം ചെയ്യേണ്ട അസൈൻമെന്റ് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ ഒരു LED അല്ലേ കത്തിച്ചിട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രോഗ്രാം എന്താ വെച്ചാൽ 2 LED വെക്കും. ആദ്യം ഒന്നാമത്തെ LED കത്തും, ഓഫ് ചെയ്യും. മറ്റേ LED കത്തും, ഓഫ് ആവും. ഒന്ന് കത്തും, ഓഫ് ആവും. മറ്റൊന്ന് കത്തും, ഓഫ് ആവും. രണ്ടാമത്തെ LED പിൻ 9ലേക്കാണ് കണ്ടേണ്ടത്. 9 നിങ്ങളുടെ ഇഷ്ടത്തെ ഏതെങ്കിലും പിന്നിലേക്ക് കണ്ട് ചെയ്യാം. നാളെ നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് വീഡിയോ അയക്കണം. നാളെ ലീവ് അല്ലല്ലോ ആയിരിക്കും. എങ്ങനെ നിന്റെ അങ്ങനെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ലീവില്ല ആ സെയിം പേജിൽ തന്നെ നമ്മൾ ചെയ്താൽ മതി. പുതിയ പേജ് ഏതിലാണ് ചെയ്തത്, കുഴപ്പമില്ല. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായി? സൂപ്പർ ഉണ്ടായി, അടിപൊളി. ഹലോ, അടിപൊളി. ഹലോ, ഞാനിപ്പോ ഒരു കോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ലെങ്തിയാണ്. അത് ചെറുതാക്കാൻ എന്തൊക്കെ വഴി, പിന്നെ ഇവരെല്ലാം പോയിട്ട് പറഞ്ഞാൽ ചെറുതാക്കാൻ. ആ ഓക്കെ. ചായ തീർന്നിട തണുത്തുപോയി, മറന്നുപോയി. റിസാൻ വർക്ക് കഴിഞ്ഞിട്ട് വരുന്നതാണോ? വർക്ക് കഴിഞ്ഞിട്ട് ഡാറ്റ വന്നതാണോ? വർക്ക് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വന്നതാണോ ഇതിലേക്ക്? മൊത്തം ജോലിയായിരുന്നു. ആണല്ലേ. നിങ്ങൾ ഡെസിഗ്നേഷൻ എന്തായാലും നിങ്ങൾക്ക് മറന്നുപോയി. സപ്പോർട്ട് എഞ്ചിനീയർ. ഓക്കെ, നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത്? ഡെവലപ്പർ ആയിട്ടാണോ? ഡെവലപ്പർ അല്ല, ഡെവലപ്പറിന്റെയും ടെസ്റ്റിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു പോസ്റ്റാണ്. അത് എംബഡഡ് ആണോ വർക്കിംഗ്? എംബഡഡിലാണോ വർക്കിംഗ്? ഇലക്ട്രോണിക്സിലാണോ? അല്ലല്ല, ഡേറ്റാബേസിലാണ്. ഡാറ്റാബേസിലാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നാളെ നൈറ്റ് ആണ് കേട്ടോ. നാളെ നമുക്ക് എന്തെങ്കിലും സെൻസർ ഉപയോഗിക്കാം. നാളെ 9 o'clock ആണോ? നമുക്ക് 8:30 ആക്കിയാലോട്ടാണ് എങ്ങനെയാ ആലോചിക്കുന്നത്. അത് നല്ല അതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞത്. ഇപ്പം 9 നമുക്കൊരു 5 ദിവസം കൂടി കഴിഞ്ഞിട്ട് 9ലേക്ക് മാറ്റാം. എന്താ വെച്ചാല് സ്റ്റുഡൻസിന് കുറച്ചുകൂടെ ഗ്രാസ്പ് ചെയ്യണ്ടേ, അപ്പൊ കുറച്ച് ടൈം എടുക്കും. അതൊക്കെയാണ്. എന്താ ഒരു 8:30 ഹാഫ് ആൻ അവർ എന്താണെങ്കിലും നിനക്ക് ലാപ്ടോപ്പ് ഇല്ലേടാ ആദ്യത്തെ? അപ്പൊ അതിന് നിനക്ക് ലോഗിൻ ആക്കി ചെയ്യാലോ. ലാപ്ടോപ്പിൽ വാട്സപ്പ് ലോഗിൻ ആക്കിയിട്ട് അതിൽ നിന്നൊക്കെ ലിങ്ക് യൂസ് ചെയ്തോടെ. അപ്പൊ പിന്നെ എന്താ
നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കിപ്പോ 11 ആണ്, അപ്പൊ സ്റ്റുഡൻസിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനൊരു സ്റ്റുഡന്റ്. എങ്ങനെ യെസ് അങ്ങനെയല്ല, അത് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് നോക്കാം, നമുക്ക് എങ്ങനെ സോൾവ് ആക്കാൻ നോക്കാം കേട്ടോ. ഡൗട്ട്, ആ ശരി. ഈ നമ്മൾ ഡിലേ 1000 അല്ലേ കൊടുത്തില്ലേ? ആ ഡിലേ 2000 3000 കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് ബ്ലിങ്ക് ആവല? ആവും. ടെസ്റ്റ് ചെയ്തോ? ടെസ്റ്റ് ചെയ്യുമ്പോ VCC, അതായത് മറ്റേ ഗ്രൗണ്ടും പവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലേ, കത്തിപ്പോകും. നീ എത്ര രൂപയുടെ പഠിക്കുന്നേ? ഞാനാ? ഞാൻ 8. 8-ലാണല്ലേ? ഞാൻ ഡിലേ 50 ആക്കി. 50-ആ? അപ്പൊ ഇങ്ങനെ അപ്പൊ ഓക്കെ. 11 മണി ആയിട്ടുണ്ട്. 10 എടുത്ത് കഴിഞ്ഞ ക്ലാസ് 1 മണിക്ക് അധികം എടുത്തു. അപ്പൊ ഒരുപാട് കാര്യം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കേളി ബ്രാക്കറ്റും സെമി കോളനും എറർ കാണിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നില്ലേ? അതിനാണ് നമ്മൾ ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഡീബഗിങ് അല്ലെങ്കിൽ ട്രബിൾ ഷൂട്ടിംഗ് എന്നാണ് അതിന് പറയുന്നത്. അത് ഇപ്പോഴേ നന്നായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പം ആരെങ്കിലും എറർ അടിക്കുന്നുണ്ടെങ്കിൽ എന്നിങ്ങാടി മുമ്പ് നിങ്ങൾ പറയാൻ ശ്രമിക്കാം. എനിക്ക് ഈ കന്നഡ വഴി ഞാൻ നോക്കിയിട്ട് എത്തുന്നത് നാളെയോ. അപ്പം നിങ്ങൾ മാക്സിമം സ്പീഡ് അപ്പ് ചെയ്ത് പറയാം. ഓക്കെ. അപ്പോൾ നാളെ നൈറ്റ്. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? സോ Okay. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. യെസ്, Good night. Thank you. താങ്ക് യു. Good night. Good night. Yes.